Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 29th June 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഒരുപാട് ലേറ്റ് ആയല്ലേ ഇന്ന് നെറ്റ് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ എന്നെ കാണില്ല, പക്ഷേ സൗണ്ടൊക്കെ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഇന്ന് ഫുള്ളി നെറ്റ് ഡൗൺ ആണ് ഇവിടെ. എന്നാലും എഡിറ്റോറിയൽ നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. സോ വി വിൽ സ്റ്റാർട്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് നമസ്തല്ല സത്യമായിട്ടും. ഓക്കെ, അതുകൊണ്ടല്ല കേട്ടോ രജനെ, ഇന്ന് ഫുള്ളി നെറ്റ് ഇവിടെ ഡൗൺ ആണ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട, തുടങ്ങിയേക്കാം. നമ്മുടെ കോട്ട് ഇന്ന് ഇതാണ്: യു ഓൺലി ഫെയിൽ വെൻ യു സ്റ്റോപ്പ് ട്രൈയിങ്. നമ്മളെപ്പോഴാണ് ഫെയിൽ ചെയ്തു പോകുന്നത്? നമ്മളെപ്പോഴാണ് തോക്കുന്നത്? നമ്മളെപ്പോഴാണോ നമ്മുടെ ശ്രമം നിർത്തുക? വെൻ യു സ്റ്റോപ്പ് ട്രൈയിങ്. എപ്പോഴാണോ മതി, എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് തോന്നി നിങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ഡോണ്ട് സ്റ്റോപ്പ്. ഒരിക്കലും ക്വിറ്റ് ചെയ്യല്ലേ, നിങ്ങൾ നിർത്തരുത്, ട്രയൽ നിർത്തരുത്. ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക്. എന്നിട്ട് വന്നിട്ട് തിരിച്ച് കാര്യങ്ങൾ ചെയ്യുക, അതിന് കുഴപ്പമില്ല. പക്ഷേ വെൻ യു സഡൻലി സ്റ്റോപ്പ് ഓർ ക്വിറ്റ് ഫ്രം സംതിങ്, ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. യു ഫെയിൽഡ്. അവിടെ നമ്മൾ തീർന്നു. അതിപ്പോൾ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, അതിപ്പോൾ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ റിമെമ്പർ, സ്റ്റുഡൻറ്റ് ലൈഫിലാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡോണ്ട് സ്റ്റോപ്പ് ട്രൈയിങ്, ബട്ട് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ കം ബാക്ക്. പിന്നെ റെസ്യൂം ചെയ്യും. ബാക്കി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാം. സോ ദാറ്റ്സ് ഹൗ വി ഡു ലൈഫ് കേട്ടോ. ലൈഫ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മൂവിങ് ഓൺ. അപ്പോൾ നമ്മുടെ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് SSC, അതുപോലെ PSC, ബാങ്കിങ്, ESIC എല്ലാ ക്ലാസ്സുകളും ഇവിടെ ലഭ്യമാണ്. നോട്ടിഫിക്കേഷൻ വീഡിയോസ്, ഡീറ്റെയിൽ ആയ ക്ലാസ്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ആസ്പിറൻ്റ് ആണെങ്കിൽ വിസിറ്റ് അവർ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പുണ്ട്, Adda247 ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ക്വൈസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ചാനൽ നമ്മളുണ്ട്. നമ്മുടെ KPSC ഷോർട്ട് സെലക്ഷൻ എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ എക്സാമിൻ്റെ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാനിപ്പോൾ വീഡിയോയിൽ താഴെ അയക്കാം കേട്ടോ. ചാറ്റ് ബോക്സിൽ അയച്ചേക്കാം. ഇന്നിപ്പോൾ 29-ാം തീയതി ജൂൺ മാസം. ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സെഷനാണ്. അതിപ്പോൾ കേരള PSC ആയാലും, SSC ആയാലും, ESIC ആയാലും, ബാങ്കിങ് ആയാലും, അതുപോലെ തന്നെ നമ്മുടെ UPSC എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഈ ക്ലാസ്സിൽ. നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ, നിങ്ങളുടെ റീഡിങ് എബിലിറ്റി കൂട്ടും. അതുപോലെ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, അതുപോലെ ഗ്രാമർ, വൊക്കാബ് എല്ലാം ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ റിമെമ്പർ, നമ്മൾ പഠിക്കുന്നത് റൈറ്റിംഗ് സ്കിൽസ് കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റിംഗ് എക്സാംസ് ഒക്കെ വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി വോണ്ടഡ് അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്, എന്നാണ് നമ്മൾ ചെയ്യുന്നത്. സോ റിമെമ്പർ ദാറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് താമസിപ്പിക്കേണ്ട 2 ആർട്ടിക്കിളാണ് ഉള്ളത്. സ്ഥിരമായി ഉള്ള പോലെ 2 ആർട്ടിക്കിൾ. ഒന്ന്, കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ ഓർമ്മയുണ്ട്, ടെക്സസ് സിറ്റിയിൽ ഒരു US ടെക്സസ് സിറ്റിയിൽ ഒരു കുട്ടി ഒരു സ്കൂളിൽ പോയിട്ട് ഒരു കുറേ കുട്ടികളെയും സ്റ്റാഫിനെയും ടീച്ചേഴ്സിനെയൊക്കെ കൊന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? ഗൺ ഷോട്ട് വെച്ചിട്ട്. അപ്പം അതിനെപ്പറ്റി കുറേ നാളായി ചർച്ചയിലുണ്ട് കേട്ടോ. പല കാലങ്ങളായിട്ട് ചർച്ചയിലുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ US ഇല്ലീഗലായിട്ട് എന്താ പറയുക, നമ്മൾ ഗണ്ണ് വെക്കാം, വീട്ടിൽ ഗണ്ണ് വെക്കാം, അത് ഉപയോഗിക്കാം, തോക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ലീഗലാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളുണ്ട്. അമ്മയ്ക്ക് നേരെ കൊച്ച് അല്ലേ, ആക്സിഡൻ്റലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ വെടിവെച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. US എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ ഒരു സ്റ്റോറിൽ വെച്ച് നടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ലോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇവർ ട്രൈ ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ലോ പാസ് ചെയ്യാനായിട്ട് ഇവർ കുറേ നേരം നോക്കുന്നു. ആൻഡ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ്, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ ആർട്ടിക്കിളുണ്ട്, ഒരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ വരണം, ഡിഫെക്ഷനെതിരെ, ആൻറ്റി ഡിഫെക്ഷൻ ലോനെ പറ്റിയുള്ള ഒരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ വരണം എന്നുള്ളൊരു ആർട്ടിക്കിളും ഉണ്ട്. ആർട്ടിക്കിൾ നിങ്ങളൊന്ന് വായിച്ചു വിടുക. ആർട്ടിക്കിളിൽ കുറച്ച് വൊക്കാബുലറി അധികം ഉണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് റീഡബിൾ ആണ്, സിമ്പിൾ സംഭവമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ വായിച്ചു വിടുക. ബട്ട് ഇന്ന് നമ്മൾ ഡിസ്കഷന് വെക്കുന്ന പോയിന്റ് നമ്മുടെ ആയുധം കയ്യിൽ വേണോ അല്ലെ, ഗണ്ണ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്താണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ആർ ആർട്ടിക്കിൾ ഫോർ ടുഡേ. അപ്പോൾ ഇന്ന് അതായിരിക്കും നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ്. അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, യെസ്, യാ,
ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലിങ്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഡിയംസിലോട്ട് പോകാൻ ഫ്രേസസിലോട്ട് പോകാം. ആദ്യത്തെ ടൈറ്റിൽ തന്നെ ഇതാണ്, ഗ്ലിമർ ഓഫ് ഹോപ്പ് എന്നാണ് ടൈറ്റിൽ. സോ ഗ്ലിമർ ഓഫ് ഹോപ്പ്, ഗ്ലിമർ എന്ന് പറഞ്ഞാൽ ഷൈൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ റേ ഓഫ് ഹോപ്പ് എന്ന് നമ്മൾ പറയില്ലേ, ആ സാധനം തന്നെയാണ് ഗ്ലിമർ ഓഫ് ഹോപ്പ്. ഗ്ലിമർ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ ചാൻസ്, ഒരു ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ചെറിയൊരു സൈൻ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്സ് എ ഗ്ലിമർ ഓഫ് ഹോപ്പ്. കൊള്ളാം, കുഴപ്പമില്ല, ഒരു ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗ്ലിമർ ഓഫ് ഹോപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ, റെയിൻ ഇൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടൊന്നുമല്ല. റെയിൻ ഇൻ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. നമ്മളല്ലേ കടിഞ്ഞാണിടുക എന്ന് നമ്മൾ പറയില്ല, അതിനാണ് റെയിൻ ഇൻ എന്ന് പറയാം. സോ റെയിൻ ഇൻ മീൻസ് ലിമിറ്റ് ഓർ കൺട്രോൾ എന്നാണ് റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം, പ്രൈസിൻ്റെ അർത്ഥം. ആൻഡ് അടുത്ത വൺ ഈസ് ഇൻ ടു ഫോഴ്സ്, കം ഇൻ ടു ഫോഴ്സ്, പുട്ട് ഇൻ ടു ഫോഴ്സ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫോഴ്സിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇൻ ടു എഫക്റ്റ്, അത് പ്രാബല്യത്തിലാവുക. ഓർ ഇൻ ഓപ്പറേഷൻ, നിലവിൽ കൊണ്ടുവരിക. സംഭവം നടക്കട്ടെ, ആദ്യം സംഭവം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ, കാര്യങ്ങൾ നടക്കട്ടെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. അത് ഫോഴ്സിലോട്ട് കൊണ്ടുവരിക ഇൻ ദ സെൻസ് ഇൻ ടു എഫക്റ്റ്, അല്ലെങ്കിൽ ഇൻ ഓപ്പറേഷൻ, ഓപ്പറേഷനിലോട്ട് വരട്ടെ, നടത്തിപ്പിലോട്ട് വരട്ടെ എന്നർത്ഥമാണ് ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തത് ഓൺ ദ ഹീൽസ് ഓഫ് സംതിങ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, നമ്മുടെ എഡിറ്റോറിയൽ തന്നെ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഓൺ ദ ഹീൽസ് ഓഫ് സംതിങ് എന്ന്. അപ്പോൾ ഓൺ ദ ഹീൽസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞത്, ഞാൻ ഇവിടെ ഇത് കട്ട് ചെയ്യണേ, 2 തവണ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. സോ ഓൺ ദ ഹീൽസ് ഓഫ് സംതിങ് മീൻസ് ക്ലോസ് ബിഹൈൻഡ്, തൊട്ട് പിന്നാലെ, അല്ലെങ്കിൽ സൂൺ ആഫ്റ്റർ സംതിങ് എന്നാണ് ഓൺ ദ ഹീൽസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ. ക്ലോസ് ബിഹൈൻഡ് അല്ലെങ്കിൽ സൂൺ ആഫ്റ്റർ സംതിങ് എന്നാണ് ഓൺ ദ ഹീൽസ് ഓഫ് സംതിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. പറയുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് സ്ട്രൈക്ക് ഡൗൺ. സ്ട്രൈക്ക് ഡൗൺ പാസൻസ് അറിയാലോ, സ്ട്രക്ക് ഡൗൺ. അപ്പോൾ സ്ട്രക്ക് ഡൗൺ കാണുമല്ലോ നിങ്ങൾ. സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ നള്ളിഫൈ ചെയ്യുക, അസാധുവാക്കുക പറയില്ലേ, അത് അനൽ ചെയ്യുക, ക്യാൻസൽ ചെയ്ത് കളയുക, സംഭവത്തിന് അങ്ങ് ഇല്ലാണ്ടാക്കുക, അതിനെയാണ്. ദാറ്റ് ഈസ് നള്ളിഫൈ ഓർ അനൽ. ഈ ലോ ഒക്കെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ പറയും. ലീഗലി പറയുമ്പോൾ സ്ട്രൈക്ക് ഡൗൺ ഇസ് എ ഫോമൽ യൂസേജ് ആണ്. സ്ട്രൈക്ക് ഡൗൺ സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലീഗൽ. അനൽ ചെയ്യുക, നള്ളിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ നമ്മൾ ഇൻഫോർമലായിട്ട് പറയാറുണ്ട് സ്ട്രൈക്ക് ഡൗൺ സംബഡി, ദാറ്റ് മീൻസ് യു കിൽ സംവൺ ഓർ സംബഡി, ദാറ്റ്സ് ഇറ്റ്. സ്ട്രൈക്ക് ഡൗൺ ചെയ്യാം, നിങ്ങളെ കൊല്ലുക എന്ന് പറയും. പഠിച്ചിട്ടുള്ളതാണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്ലിമർ ഓഫ് ഹോപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ നമുക്ക് ഓർത്തിരിക്കാം, ഗ്ലിമർ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇഡിയം, എ സ്മോൾ ചാൻസ് എന്നാണ് അർത്ഥം. റെയിൻ ഇൻ ഫ്രേസൽ വെർബ് ആണ്, ലിമിറ്റ് ഓർ കൺട്രോൾ. ഇൻ ടു ഫോഴ്സ് ഫ്രേസ് ആണ്, ഇൻ ടു എഫക്റ്റ് ഓർ ഇൻ ഓപ്പറേഷൻ. ഓൺ ദ ഹീൽസ് ഓഫ് വീണ്ടും ഇഡിയമാണ്, ദാറ്റ് മീൻസ് ക്ലോസ് ബിഹൈൻഡ് ഓർ സൂൺ ആഫ്റ്റർ സംതിങ്. ആൻഡ് ഫൈനലി ദ ഫ്രേസൽ വെർബ് ഇസ് സ്ട്രൈക്ക് ഡൗൺ. അതിൻ്റെ മീനിങ് നള്ളിഫൈ ചെയ്യുക അല്ലെങ്കിൽ അനൽ ചെയ്യുക. ഓർ ഇൻഫോർമലി നമുക്ക് പറയാം കിൽ സംബഡി എന്നുള്ളത്. അപ്പോൾ ഏതാണ് മീനിങ് അക്കോർഡിംഗ്ലി വരിക, സെൻറ്റൻസിൽ അക്കോർഡിംഗ്ലി മീനിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഓപ്ഷൻസിൽ അക്കോർഡിംഗ് ടു മീനിങ് വരുന്ന അനുസരിച്ച് വേണം ഫ്രേസൽ വെർബിനെ നിങ്ങൾ ആൻസർ ചെയ്യാൻ. കോമ്പറ്റേറ്റീവ് എക്സാമിൽ വരുമ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രാക്ടിക്കൽ പേർപ്പസ് കേട്ടോ. പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, പഠിച്ചത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പരിപാടി ഉണ്ടല്ലോ. സോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളാം. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു ഗ്ലിമർ ഓഫ് സക്സസ് ഉണ്ടായിരുന്നു എന്നല്ലേ. ഗ്ലിമർ ഓഫ് സക്സസ് ലക്ഷ്മി, ലക്ഷ്മി അത് തന്നെ. യെസ് ഓൾ റൈറ്റ്. ടൈം കണ്ടെത്തി രതീഷ്. ഹായ് രതീഷ്, വെൽക്കം. ഓക്കെ, ഓൾ റൈറ്റ്. ഹരി ഇന്നില്ല, ഇന്നലെ ഹരീനെ കണ്ടില്ലല്ലോ. എവ്രിബഡി വെൽക്കം ആൻഡ് ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, യെസ്. The most awaited Agnipath scheme came into force. All right, that's great sentence. Silver lining in this combat situation brought in glimmer of hope. സിൽവർ ലൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതും ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, നിനക്കറിയാലോ അല്ലേ അതിൻ്റെ കാര്യം. എവറി ക്ലൗഡ് ഹാസ് സിൽവർ ലൈനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് അല്ലേ, പോസിറ്റിവിറ്റി ഇൻ ദിസ് കോമ്പാക്ട് സിറ്റുവേഷൻ, അത് അല്ലേ കൊള്ളാം. അല്ലെങ്കിൽ ശുഭപരി അല്ലേ, നമ്മൾ പ്രതീക്ഷ അല്ലേ, അതാണ്. ഓക്കെ, ഇൻ എവറി failure of life there is still a glimmer of hope. Great sentence. The government should rein in terrorist activities in the remote areas of Raipur. ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്ന സാഹു മീഡിയ ശ്രദ്ധിക്കണേ. ഷീ സ്ട്രക്ക് ഡൗൺ ദ ഒബ്സ്റ്റക്കിൾസ് വെൻ ഷീ സോ എ ഗ്ലിമർ ഓഫ് ഹോപ്പ്. ഷീ ക്യാൻസൽ ദ ഒബ്സ്റ്റക്കിൾസോ. അങ്ങനെ നമ്മൾ സ്ട്രക്ക് ഡൗൺ പറയോ, അനൽ ചെയ്യാന്ന് പറയില്ലല്ലോ.
അനൽ ചെയ്യാൻ ലീഗലി എന്തെങ്കിലും ഒരു കാര്യത്തെ അനൽ ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്ത് കളയുന്നത്. ഒബ്സ്റ്റക്കിൾസിനെ ക്യാൻസൽ ചെയ്യുന്നു പറയില്ല. ഷീ കട്ട് അക്രോസ് ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞു, കട്ട് അക്രോസ്, ട്രാൻസെൻഡ് ചെയ്തു, ഗോ ബിയോണ്ട് ദാറ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് വാട്ട്. അല്ലെങ്കിൽ ഷീ കോപ്പ് വിത്ത് ഒബ്സ്റ്റക്കിൾസ്, ഡെൽറ്റ് വിത്ത് എന്നുള്ള പറയാം. അത് കുഴപ്പമില്ല. പക്ഷേ സ്ട്രക്ക് ഡൗൺ ഇവിടെ യൂസേജ് കറക്റ്റ് പ്രോപ്പർ യൂസേജ് അല്ല. അപ്പോൾ ദാറ്റ്സ് നോട്ട് ഗുഡ് കേട്ടോ. അത് മാറ്റാം. ശ്രീദേവി ഇന്ന് കണ്ടില്ല. അതെ, ശ്രീദേവിയെ കണ്ടില്ല. ഇന്ന് ശ്രീദേവിയിൽ, ഇന്നലെ ശ്രീദേവി ഉണ്ടായിരുന്നു. ഹരി പക്ഷെ ഇന്നലെ ഇല്ല, ഇന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞത് ഹരിയെ പറ്റി. ശ്രീദേവി എനിക്ക് മനസ്സിലായി, ഇന്നില്ല. ഹരിയെ കാണുവാനില്ല. നമുക്കൊരു പത്രത്തിലൊരു നോട്ടീസ് കൊടുത്താലോ. ദർ ഇസ് എ ഗ്ലിമർ ഓഫ് ഹോപ്പ് ഇൻ മൈ എക്സാമിനേഷൻ. ഗ്രേറ്റ്. വി ഷുഡ് റെയിൻ ഇൻ നെഗറ്റീവ് തോട്ട്സ്. യെസ്, വി ഷുഡ് ലിമിറ്റ് നെഗറ്റീവ് തോട്ട്സ്. വിത്ത് ഗ്രേറ്റ് ഈസ് ഹി സ്ട്രക്ക് ഡൗൺ ദ ഓപ്പണന്റ്. കിൽഡ് അല്ലേ? ഓക്കെ, ഓൾ റൈറ്റ്. കിൽഡ് അവിടെ കിൽഡ് വരുള്ളൂ അല്ല, മറ്റത് വരില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. ഇതുവരെ സെറ്റല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വേർഡ്സിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മന്ത് എൻഡ് ഓഫർ ആയതുകൊണ്ട് നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് എല്ലാ മഹാപാക്കിനുള്ള ടെസ്റ്റ് പാക്കിനും മഹാപാക്കിനും മാത്രം. സോ നിങ്ങൾക്ക് മഹാപാക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ഇപ്പോൾ. ഡബിൾ വാലിഡിറ്റി ഉണ്ട്. അതായത് ഒരു വർഷത്തെ മഹാപാക്ക് നിങ്ങൾക്ക് 2 വർഷം കിട്ടുന്നു എന്നുള്ളതാണ്, വാലിഡിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത. സോ കോഡ് അറിയാലോ, Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ച് യു ക്യാൻ പർച്ചേസ് മഹാപാക്ക്. എല്ലാ മഹാപാക്കും ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കിട്ടും. അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്. മാത്രമല്ല എല്ലാ കോഴ്സുകൾക്കും 17% ഡിസ്കൗണ്ട് ഉണ്ട്, അതിലൊരു മാറ്റമില്ല കേട്ടോ. സോ നമ്മുടെ യജ്ഞ ബാച്ച് ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേ ടു അപ്ലൈ ഫോർ IBPS RRB PO അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് അതിനുവേണ്ടിയുള്ള നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മൾ പ്രിലിംസ് മെയിൻസ് ഫോക്കസ്ഡ് ആണ്. ആൻഡ് അതിൽ ടെസ്റ്റ് സീരീസ് ഇൻക്ലൂഡഡ് ആണ്, ബുക്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അഹോരാത്രം പ്രയത്നിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഐ എം ടെലിംഗ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആസ്പെക്റ്റ് ആണ്. 1400 രൂപയാണ് നമ്മുടെ കോഴ്സുള്ള വിത്ത് ഡിസ്കൗണ്ട് കേട്ടോ. അതുപോലെ മാത്തും റീസണിങ്ങും മാത്രം മതി ഇപ്പോൾ എങ്കിൽ ചാണക്യ ബാച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. IBPS RRBക്ക് വേണ്ടിയിട്ടുള്ളത് 1400 രൂപയാണ് ഈ IBPS RRBയുടെ ചാണക്യ ബാച്ചിന്. അതായത് മാത്ത് ആൻഡ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാച്ചിന്. അതുകൂടാതെ നമുക്ക് SBI ക്ലർക്കിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ട്. ടെസ്റ്റ് സീരീസിന് 499 ആണ് വിത്ത് ഡിസ്കൗണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പ്രാക്ടീസ് അക്യുറസി സ്പീഡ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ടെസ്റ്റ് സീരീസുകൾ പർച്ചേസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് ഇതിന് മാത്രമല്ല കേട്ടോ. IBPS RRBയുടെ 200 സംതിങ്ങിന് IBPS RRBയുടെ കിട്ടും. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്. 10th മെയിൻസിൻ്റെ വന്നേക്കുന്നുണ്ട്. +2 പ്രിലിംസിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് സീരീസാണ് വേണ്ടത് പഠിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് സീരീസിൻ്റെ ഇതിലോട്ട് പോവുക. ഇപ്പോൾ നമ്മൾ ആപ്പ് വഴിയാണെങ്കിലും വെബ്സൈറ്റ് വഴിയാണെങ്കിലും ടെസ്റ്റ് സീരീസിൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ലൈവ് ക്ലാസ്സിൽ പോയ ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസിൽ പോയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഏതൊക്കെ ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇതെല്ലാം അവൈലബിൾ ആണ്. പോവുക, ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് വാട്ട് യു വാണ്ട് യു ക്യാൻ പർച്ചേസ്. കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട. Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കുക. 17% ഡിസ്കൗണ്ടിൽ അവൈൽ ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു വേർഡ്സ്. നമ്മുടെ വേർഡ്സ് പഠിക്കാം. ആദ്യത്തെ വേർഡ് ഇതാ, ഞാൻ പറഞ്ഞ വേർഡ് തന്നെയാണ്, ട്രാൻസെൻഡ്. ട്രാൻസെൻഡ് എന്ന വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കുറേ നാളായി നമ്മൾ പഠിക്കുന്ന ട്രാൻസെൻഡ് എന്ന വാക്ക്. ട്രാൻസെൻഡ് മീൻസ് കട്ട് അക്രോസ്. അതുക്കും മേലെ എപ്പോഴും പറയുന്ന കാര്യമാണ്. സർപാസ് ചെയ്യുക, എക്സൽ ചെയ്യുക, അല്ലെങ്കിൽ കട്ട് അക്രോസ്. അതിനെയൊക്കെ മറികടന്ന് എന്ന് പറയുക, അതിനേക്കാളും മുകളിലോട്ട്. അതാണ് ട്രാൻസെൻഡ്. അല്ല, അതിനൊന്നും ലിമിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ട്രാൻസെൻഡ് എന്ന് പറയുമ്പോൾ. ലിമിറ്റിനും കടന്നു പോകുന്നതാണ്. ഇറ്റ് ഈസ് കട്ടിങ് അക്രോസ് സംതിങ്, ബൗണ്ടറീസ് ഒക്കെ അല്ലേ. സോ ദാറ്റ് ഈസ് സർപാസ്, എക്സൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് അടുത്തത് പാർട്ടിസാൻ. കഴിഞ്ഞ ദിവസം പഠിച്ചാണ്, നോട്ട് യെസ്റ്റർഡേ, അതിനു മുമ്പ് അല്ലേ. പാർട്ടിസാൻ നമ്മൾ പഠിച്ചു. പാർട്ടിസാൻ 2 രീതിയിൽ ഉപയോഗിക്കാം, നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സപ്പോർട്ടർ, ഫോളോവർ എന്നൊക്കെ പറയാം. പാർട്ടിസാൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ പ്രജുഡിസ്ഡ് ആണ് ആൾ ഇച്ചിരി ബയസ്ഡ് ആണ്, മുൻവിധിയോട് കൂടിയത് അല്ലേ, അല്ലെങ്കിൽ ബയസ്ഡ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബയസ്ഡ് ഓർ പ്രജുഡിസ്ഡ്, അതാണ് പാർട്ടിസാന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷന്റെ മീനിങ്. ആൻഡ് നൗ യു നോ സപ്പോർട്ടർ ആൻഡ് ഫോളോവർ, പഠിച്ചതല്ലേ. അടുത്തത് സ്റ്റെയിൽമേറ്റ്. കുറേ നാളായി ഇപ്പോൾ നമ്മൾ സ്റ്റെയിൽമേറ്റ് കണ്ടിട്ട്. സ്റ്റെയിൽമേറ്റ് മീൻസ് ഡെഡ് ലോക്ക്, തീർന്നു, ഒരു ഊരാക്കുടുക്ക്. ഇംപാസെ, സ്റ്റാൻഡ് സ്റ്റിൽ, കുടുക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റെയിൽമേറ്റ്. ഡെത്ത് ലോക്ക് അല്ലെങ്കിൽ ഇംപാസെ, സ്റ്റാൻഡ് സ്റ്റിൽ എന്നൊക്കെ പറയും. ഇത് കുറേ നാളെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് വരുന്ന ഒരു യൂസേജ് ആണ് കേട്ടോ. സ്റ്റാൻഡ് സ്റ്റിലും ഈ സ്റ്റെയിൽമേറ്റും ഡെഡ് ലോക്കും ഇംപാസെ ഏതെങ്കിലും ഒന്ന് എപ്പോഴും വരും. അടുത്തത് കൺസ്ട്രെയിൻറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി. കൺസ്ട്രെയിൻറ്റ് ടി വരുന്നുണ്ട്. റിസ്ട്രെയിൻറ്റ് അറിയില്ലേ? റിസ്ട്രെയിൻറ്റ്, റെസ്ട്രിക്ഷൻ, ലിമിറ്റേഷൻ, കർബ്, ഇതൊക്കെ ഒരു സംഭവം. റെസ്ട്രെയിൻറ്റിൽ ടി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നൗൺ, ആൻഡ് എൻ വരുന്നുണ്ടെങ്കിൽ അത് വേർബാണ്. സോ റിമെമ്പർ ദാറ്റ് കേട്ടോ, അത് മറക്കരുത്. കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ
റെസ്ട്രിക്ഷൻ, ലിമിറ്റേഷൻ എന്നൊക്കെ അർത്ഥം. ഓക്കെ, പക്ഷേ കൺസ്ട്രെയിൻ ചെയ്യുക വേർബ് ഉണ്ട്, വേർബ് ഫോർമുലേഷൻ ഉണ്ട്. കൺസ്ട്രെയിൻ ടി വന്നാലാണ് നൗൺ കേട്ടോ, അത് മനസ്സിലുണ്ടായിരിക്കണം. വേർബാണ് എന്നിൽ അവസാനിച്ച വേർബ്. ഇതേ സാധനം റെസ്ട്രിക്ഷനില്ല റിസ്ട്രെയിനിൽ ഓർത്തോണേ. റിസ്ട്രെയിൻറ്റ്, കംപ്ലൈൻറ്റ്, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. സിമിലർ ഫോർമുലേഷനുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്, ഓർത്ത് വെച്ചോളാം. ഇതൊക്കെ രണ്ടും നൗണാണേ. ഇത് നൗണ്, ഇത് നൗണ്. പക്ഷേ റിസ്ട്രെയിൻ വന്നാലോ, റിസ്ട്രെയിനിങ് ഓർഡറൊക്കെ നമ്മൾ പറയില്ലേ, റിസ്ട്രെയിൻ വന്നപ്പോൾ അത് വേർബായി. കംപ്ലെയിൻ ചെയ്യുക, വീണ്ടും അതും വേർബായി. സോ റിമെമ്പർ ദാറ്റ്. അവിടെ ഒരു ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായി, നൗൺ ഫോർമുലേഷൻ ആണ്. പക്ഷേ ടി ഇല്ലെങ്കിൽ അത് വേർബ് ഫോർമുലേഷനാണ്. കൺസ്ട്രെയിനും അതുപോലെ തന്നെയാണ്. കൺസ്ട്രെയിൻ, അതുപോലെ കംപ്ലൈൻറ്റ്, റിസ്ട്രെയിൻറ്റ് ഓർത്ത് വെച്ചോണം. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കില്ല പലപ്പോഴും. ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, എന്താണ് പേരും പറഞ്ഞു, ഇൻറ്റൻറ്റ്. ഡി ആണെങ്കിൽ വേർബ്, ടി ആണെങ്കിൽ നൗണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. അപ്പോൾ ടീക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നൗണിനുമായിട്ടാണ് ബന്ധം, ഓർത്ത് വെച്ചോളാം അത്. അടുത്ത പ്രൊലിഫറേഷൻ അല്ല, പ്രൊലിഫറേറ്റ് ഇസ് വേർബ്. പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുപാട് ഇങ്ങനെ വർദ്ധന, അല്ലെ റാപ്പിഡ് ഇൻക്രീസ് ആണ്, അല്ലെങ്കിൽ ഗ്രോത്ത്, മഷ്റൂമിങ്, നമ്മൾ പഠിച്ചില്ല കഴിഞ്ഞ ദിവസം. ദാറ്റ് ഇസ് പ്രൊലിഫറേഷൻ. അപ്പോൾ പ്രൊലിഫറേറ്റ് എന്ന് പറയുന്ന വേർബ്. പ്രൊലിഫറേറ്റ് ചെയ്യുക, റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ മറ്റേ ഇൻക്രീസ് റാപ്പിഡ്ലി എന്ന് പറയും അല്ലേ, അതാണ് പ്രൊലിഫറേറ്റ് എന്ന വേർബിൻ്റെ അർത്ഥം. പ്രൊലിഫറേഷൻ അതിൻ്റെ അതേ നൗണാണ്. റാപ്പിഡ് ഇൻക്രീസ്, ഗ്രോത്ത് അല്ലെങ്കിൽ മഷ്റൂമിങ്, അതിനെയാണ് പ്രൊലിഫറേഷൻ. മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ പറയാം നമുക്ക്, വർദ്ധനമാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. സോ ദാറ്റ് ഈസ് പ്രൊലിഫറേഷൻ. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. അല്ലേ, ക്ലിയർ ആണല്ലോ? ഗ്രേറ്റ്, ഓർത്തിച്ചുള്ളത്. ലെറ്റ്സ് മൂവ് ടു യുവർ സെൻറ്റൻസസ്. നമുക്കപ്പോൾ സെൻറ്റൻസിലോട്ട് പോയിനി, സമയം കളയണ്ട. യെസ്, എവിടെ? illegitimate actions of the culprits coerced government to strike them out. Strike down അല്ലേ ഉദ്ദേശിച്ചത്? പുറത്താക്കുക, സ്ട്രൈക്ക് ചെയ്യുക, സ്ട്രൈക്ക് ദം ഔട്ട്. അത് അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡേ, സ്ട്രൈക്ക് ഔട്ടിൻ്റെ മീനിങ് പുറത്താക്കുക എന്നുള്ള അർത്ഥമാണോ? ഇല്ലില്ല, സ്ട്രൈക്ക് ഔട്ടിൻ്റെ മീനിങ് അതല്ല കേട്ടോ. സ്ട്രൈക്ക് ദം ഔട്ട് കറക്റ്റ് അല്ല. സ്ട്രൈക്ക് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രൈ എ വെഞ്ച്, ഒരു കാര്യം നമ്മൾ ചെയ്യാനൊരു അതിനൊരു മുൻ എന്താ, യു സ്റ്റാർട്ടിങ് ആൻ ആക്ഷൻ വിത്തൗട്ട് എന്താ പറയുക, യു ട്രൈങ് വിത്തൗട്ട് ഫെയിലിയർ ഒന്നുമില്ല, നമ്മളൊരു കാര്യം ട്രൈ ഔട്ട് ചെയ്യുന്നതിനാണ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാന്ന് പറയുക. അപ്പോൾ ഷമാസെ ഇവിടെ സ്ട്രൈക്ക് ഔട്ട് വരില്ല കേട്ടോ, സ്ട്രൈക്ക് ദം ഔട്ട് വരില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ. There was a glimmer of hope to win the match for Ireland yesterday. Great sentence. Why political leaders want to rein in administrative officers? അവിടെ ഒരു പ്രശ്നമുണ്ട് ചിപ്പി. നമുക്ക് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വൈ കഴിഞ്ഞിട്ട് പിന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വരില്ല. വൈ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും അതെ, ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഇൻവേർഷൻ വേണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് കൊടുക്കണം? Why do political leaders want to rein in? അവിടെ ഡു ഇല്ലെങ്കിൽ പോയി പടകളി. സോ റിമെമ്പർ ദാറ്റ്. അപ്പം വൈ ഡു പൊളിറ്റിക്കൽ ലീഡേഴ്സ് വോണ്ട്, ഓക്സിലറി വേർബിന് ശേഷം സബ്ജക്ട്, ദെൻ മെയിൻ വേർബ്. ഇൻവേർഷൻ എന്തായാലും പാലിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ക്വസ്റ്റൻ ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പെർഫോറേഷൻ, ഒറ്റയാഗ്. ഓൾ റൈറ്റ്. A dip in the number of coronavirus cases is offering a glimmer of hope for India. Yes. Glimmer of success, Lakshmi. ഗ്ലിമർ ഓഫ്, അതെന്താണ് റിജിൻ? ഗ്ലിമർ ഓഫ് സക്സസ് എന്ന് നമുക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. പുള്ളിക്കാരിയുടെ ഒറിജിനൽ പേര് ഇതാണ്, എന്താണ്, ലക്ഷ്മി എന്നാണ്. ഇപ്പോൾ നമ്മൾ അനുവിൻ്റെ പേര് കണ്ടില്ലേ, ഇതിൽ അനുവിൻ്റെ പേര് ശരിക്കും അനു ഇട്ടേക്കുന്ന കർമ്മ ബിച്ച് സംതിങ് ലൈക്ക് ഇതാണ്. അപ്പം അനുവിൻ്റെ ശരിക്കുള്ള പേര് അനു ആണ്. സോ ലൈക്ക് ദാറ്റ് ഇവർ ഓരോരുത്തർക്കും അവരുടേതായ പേരിങ്ങനെയാണ്. ഇപ്പോൾ റജിൻ രാഹൽ അല്ലേ, സോ ദാറ്റ്സ് യാഹൽ. യെസ്, അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അതാ പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പാർട്ടിസൺ ആക്ഷൻസ് വിച്ച് പുട്ട്സ് ഹിം ഇൻ സ്റ്റെയിൽമേറ്റ്സ് പറയില്ല, സ്റ്റെയിൽമേറ്റ്, കുടുക്കുകൾ എന്ന് നമ്മൾ പറയേണ്ടതില്ല, കുടുക്ക്. ഓക്കെ. യെസ്, പുട്ട്സ് ആക്ഷൻസ് വിച്ച് പുട്ട്സ് ഹിം. പുട്ട്സ് ഹിമ്മും പറ്റില്ല, അതും പ്രശ്നമുണ്ട്. എന്നൊരു ഐശ്വര്യ ഓക്കെ. ഇറ്റ് ഈസ് ഹിസ് പാർട്ടിസൺ ആക്ഷൻസിനെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ വിച്ച് പുട്ട് ആണ്,
ആ ആക്ഷനെ പറ്റിയാണ്. വിച്ച് കഴിഞ്ഞിട്ട് വിച്ചിന് മുമ്പുള്ള പ്ലൂറൽ അല്ലേ, അപ്പോൾ പ്ലൂറൽ വേർബിന് പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബ് തന്നെ കൊടുക്കാം. വിച്ച് പുട്ട് ആണ്, പുട്ട് ഹിം കേട്ടോ, ശ്രദ്ധിക്കാം. ട്രാൻസെൻഡിങ് പെർഫോമൻസ് വാസ് ലോഡബിൾ, ഗ്രേറ്റ്. ഹി ട്രാൻസെൻഡഡ് ഇൻ ഹിസ് പെർഫോമൻസ് വെൻ ഹി ഗോട്ട് എ പാർട്ടിസൺ, follower, okay. Supporter, all right, okay. Cut across, excelled, great. The proliferation of bioweapons increasing day by day. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ജിഷ്ണു, ഈ സെന്റൻസിന് ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ദ പ്രൊലിഫറേഷൻ ഓഫ് ബയോ വെപ്പൺസ്, അപ്പം തന്നെ അർത്ഥം റാപ്പിഡ് ഇൻക്രീസ് ഓഫ് എന്നാണ്. പിന്നെ വീണ്ടും ഇൻക്രീസിങ്ങിന്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇങ്ങനെ കൊടുക്കാം, ദ പ്രൊലിഫറേഷൻ ഓഫ് ബയോ വെപ്പൺസ്. പിന്നെ അവിടെ ഈസും കൂടെ വേണമായിരുന്നു, കാര്യം സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ഈ ഓക്സിലറി വെർബ് മിസ് ചെയ്തു. അങ്ങനെ പറഞ്ഞു, ദ പ്രൊലിഫറേഷൻ ഓഫ് ബയോ വെപ്പൺസ് ഈസ് ഹാപ്പനിങ് ഡേ ബൈ ഡേ എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ കുഴപ്പമില്ല. സ്റ്റെയിൽമേറ്റ് എന്ന് പറഞ്ഞാൽ അനഘ, സ്റ്റെയിൽമേറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക്, കുടുക്ക്. അവിടെ നിന്ന് അങ്ങോട്ടും മാറാൻ പറ്റില്ല, ഇങ്ങോട്ടും മാറാൻ, നമ്മൾ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ ദാറ്റ് ഈസ് സ്റ്റെയിൽമേറ്റ് കേട്ടോ. യെസ്, ദ ലോക്കൽ ട്രെയിൻ ട്രാൻസെൻഡഡ് ദ എക്സ്പ്രസ് വിത്ത് ഗ്രേറ്റ് സ്പീഡ്, ഓൾ റൈറ്റ്. ഡോണ്ട് കൺസ്ട്രെയിൻ യുവർ ലിമിറ്റ്സ് ടു സക്സീഡ് ഇൻ ദ ജേർണി ഓഫ് സിവിൽ സർവീസ് എക്സാംസ്, ഗ്രേറ്റ്. The toxic partisans of a certain K-pop group are mushrooming all over the comment section. Yes. Yeah. There is proliferation of 14.2% of budget amount in the budget presented by Punjab Finance Minister Haripal Singh Cheema yesterday as compared with previous fiscal. Or second day. There is a proliferation of 14.2% of budget amount in the budget present by ഇതാണ്. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ ആസ് കമ്പയർഡ് വിത്ത് വരില്ല, ആസ് കമ്പയർഡ് ടു പ്രീവിയസ് കേട്ടോ, കമ്പയർഡ് ടു ആണ്. There is a huge proliferation in the digital marketing since COVID-19. പേര് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാം കേട്ടോ ശങ്കർ. Why do political parties want to rein in administrative officers? Great. Yes, all right. തുലികാണാവോ? സരോജ് കുമാർ, അത് തന്നെ സംഭവം, അത് തന്നെ. രജനി കത്തിയിലെ മതി. വിജയ് ബാബു is in stalemate for harassing actress and there is no glimmer of hope for escaping from the issue. All right. Due to the proliferation of COVID cases, government has implemented some constraints. സോനലെ സമ്മിന്റെ കൂടെ പിന്നെ കൗണ്ടബിൾ ഡൗൺ ആ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ പ്ലൂരൽ തന്നെ കൊടുക്കണം. സം കൺസ്ട്രെയിൻസ്, സം പീപ്പിൾ അല്ലേ, അപ്പോൾ കൊടുത്തോണം. അപ്പോൾ കൺസ്ട്രെയിൻസ് S വേണം to avoid the stalemate. Okay. Rejection of Kerala's tableau from Republic Day parade shows the reeks of political partisanship. Yeah, that's it. All right. Moments inside that house was like being trapped in a stalemate. All right. Trapped in a stalemate എന്ന് വേണ്ട, സഹമീഡിയ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ is like being in a stalemate എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ട്രാപ്പിൻ്റെ ആവശ്യമില്ല, ട്രാപ്പ് ഉണ്ടെങ്കിലും തെറ്റൊന്നുമില്ല, ട്രാപ്പ് ഇല്ലെങ്കിലും കറക്റ്റാണ്, മീനിങ് കറക്റ്റായി വരും കേട്ടോ. Nowadays some constraints in India, in Kerala is due to proliferation of COVID-19. Yes. Coronavirus cases, okay. കൊറോണ വൈറസ് കേസസ് പറയുന്നത് എന്നാൾ പറഞ്ഞു, COVID-19 കേസസ്, ആ പാൻഡമിക്കിൻ്റെ കേസസിനെ പറ്റി പറയാം. കൊറോണ വൈറസ് അല്ലേ, അതുകൊണ്ട് കേട്ടോ അങ്ങനെ കൊടുക്കാം. COVID-19 cases proliferated as the bulwark to immune the virus has been immune the virus has been destroyed. As a stronghold to immune the virus has been destroyed. All right, great sentence. മനസ്സിലായി. Curbing unemployment can bring proliferation in Indian economy. Great. All right. Minister wants to curb the offices of the library. All right. Great. Moving on. Next set. Aisle കേട്ടിട്ടുണ്ടോ? Aisle കേട്ട് പരിചയമുണ്ടായിരിക്കും. Aisle means passage. നമ്മൾ നടന്നു പോകുന്നൊരു പാസേജ് അല്ലേ, അല്ലെങ്കിൽ കോറിഡോർ, പാത്ത്, അല്ലേ, അതിനാണ് aisle എന്ന് പറയാം. വാക്ക് ത്രൂ ദ aisle പറയില്ലേ, ഇതാണ് aisle. നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കല്യാണം കാണാറുണ്ടോ? ഇംഗ്ലീഷ് മൂവീസിൽ കല്യാണം കാണില്ലേ? അപ്പം പള്ളിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയാ വെച്ചിട്ടാണെങ്കിലും, പള്ളിയിൽ വെച്ചിട്ട് കല്യാണമോ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വെച്ചാണെങ്കിൽ അവിടെ ഒരു പാസേജ് ഉണ്ടാവുമല്ലോ, കസേരകൾ ഇടുന്ന രണ്ട് വശങ്ങൾക്കും നടുക്കൂടെ ഒരു പാസേജ്, ആ സെൻറ്റർ വഴിയില്ലേ, ആ പാസേജ്, അതിന് പറയുന്ന പേരാണ് സെൻറ്റർ വഴി. അതിന് ഇംഗ്ലീഷ് മൂവീസിൽ അതിന് വാക്ക് ത്രൂ ദ aisle അത് പറയും. അതാണ് aisle എന്ന വാക്ക്. ബട്ട് aisle എന്ന് പറഞ്ഞാൽ എന്തുവാ കേട്ടോ, എനി പാസേജ്, എനി പാത്ത്, എനി കോറിഡോർ അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും aisle എന്ന് പറയും. ഓക്കെ. അടുത്തത് കൺസീൽഡ്.
കൺസീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൺസീൽ ചെയ്യുക, കൺസീൽ അറിയാലോ. സോ ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽ ഇസ് ഓൾസോ വേർബ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൺസീൽഡ് എന്ന വേർബായിട്ട് ഉപയോഗിക്കാം. ബട്ട് ഇവിടെ കൺസീൽഡ് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നോക്കിക്കോ, കൺസീൽഡ് എന്ന് പറഞ്ഞാൽ സീക്രട്ട്, ഹിഡൻ അല്ലെങ്കിൽ പ്രൈവറ്റ്, കവേർഡ് എന്നൊക്കെ പറയാം. ഒളിച്ചു വെച്ചേക്കുന്ന എന്തോ കാര്യം. കൺസീൽഡ് വെപ്പൺസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ കേട്ടോ. അടുത്ത ഡിസ്കോഴ്സ്. ഡിസ്കോഴ്സ് അറിയാലോ. ഡിസ്കോഴ്സ് മീൻസ് ഡിസ്കഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ, ടോക്ക് എന്നാണ് പറയാം. പിന്നെ അതിന് വേർബായിട്ട് പറയുവാണെങ്കിൽ എക്സ്പാഷ്യേറ്റ്, ഡിസ്കോസ് ചെയ്യുക എന്ന് പറയും. എക്സ്പാഷ്യേറ്റ് കേട്ടോ, എക്സ്പാഷ്യേറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ വേർബായിട്ടും നൗൺ ആയിട്ടും ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ ഡിസ്കോഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് yield. yield അറിയാലോ. yield പോസിറ്റീവ് മീനിങ്ങും നെഗറ്റീവ് മീനിങ്ങും ഉണ്ട്. നൗണുമാണ് വേർബുമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനിവിടെ എഴുതിയേക്കുന്നത് പോസിറ്റീവ് മീനിങ്ങിൽ yield എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, yield എന്ന് പറഞ്ഞ പോസിറ്റീവ് മീനിങ്ങിൽ നൗൺ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രൊഡ്യൂസ് ആണ്. yields ഓഫ് ദ ഫാമേഴ്സ്, ഫാമേഴ്സിൻ്റെ ഒക്കെ പ്രൊഡ്യൂസ്, ഇൻഡസ്ട്രി, നമ്മൾ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന് പ്രൊഡ്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് yield എന്ന്, അല്ലേ? വിളവ് അല്ലേ, അതിന് പറയുന്നതാണ് എന്താ പറയുക yield എന്ന്. പിന്നെ അടുത്തത് yield ചെയ്യുക എന്ന് പറഞ്ഞാൽ, yield ചെയ്യുക മീൻസ് സറണ്ടർ ചെയ്യുക, തോറ്റ് പിന്മാങ്ങുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ക്യാപിച്ചുലേറ്റ്, സറണ്ടർ ചെയ്യുക. ദാറ്റ് ഇസ് വാട്ട് yield is. yield, സറണ്ടർ അല്ലെങ്കിൽ ക്യാപിച്ചുലേറ്റ്. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ക്യാപിച്ചുലേറ്റ് എന്ന വാക്ക് ചോദിച്ചിട്ട് അതിൻ്റെ സിനണിം എന്താ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മീനിങ് വരും, yield എന്ന് കൊടുത്തിട്ടുണ്ട്, സറണ്ടർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സറണ്ടർ ആയിരുന്നു അതിൻ്റെ സിനണിം. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഏത് എക്സാമിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു MTS എക്സാമിന് ഒരു കഴിഞ്ഞ പേപ്പറിൽ ഒക്ടോബർ ഷിഫ്റ്റിൽ കഴിഞ്ഞ വർഷം 2021 ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ആംബിറ്റ്. ആംബിറ്റ് എന്ന വാക്ക് അറിയാലോ, ഡെയിലി നമ്മൾ പറയുന്ന വാക്കാണ്. ആംബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച്, സ്കോപ്പ്, എക്സ്റ്റെൻഡ്, ബൗണ്ട്സ് എന്നൊക്കെയാണ് അർത്ഥം. ആംബിറ്റ് ഇന്ന പരിധിയിൽ വരുന്ന, അല്ലെ ഇന്ന റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയാം. ഈ എക്സ്പാഷ്യേറ്റ് എന്ന വാക്കിന് ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഡിസ്കോഴ്സ് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഡിസ്കഷൻ, കോൺവെർസേഷൻ ആണ്. അപ്പം എക്സ്പാഷ്യേറ്റ് എന്ന സംതിങ് യു റൈറ്റ് ഓർ സ്പീക്ക് സംതിങ് ഇൻ ഡീറ്റെയിൽ, അതിനാണ് ഡിസ്കോസ് ചെയ്യുക എന്ന് പറയാം. സെയിം താനാണ് എക്സ്പാഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലോട്ട് പോകാം അല്ലേ? സെൻറ്റൻസിലോട്ട് പോകാം പിള്ളേരെ. യെസ്. Okay. China blames the US for stalemate in bilateral relations. All right. Nandana, good morning. Mushrooming turnover made the company mad. All right. If you can't see a proliferate in vocabulary, proliferate alla Rashmi. If you can't see a proliferation in vocabulary, don't worry, just wait. Yeah, it takes time. It takes time. If you can't see, avade ഓർക്കണേ, പ്രൊലിഫറേറ്റ് അല്ല, പ്രൊലിഫറേഷൻ, അതാണ് നൗൺ. പ്രൊലിഫറേറ്റ് ഇസ് വേർബ്. വേർബ് ഒരിക്കലും നമ്മൾ എയുടെ കൂടെ ഉപയോഗിക്കില്ലല്ലോ. ദ പ്രൊലിഫറേഷൻ ഓഫ് ജയന്റ് ആഫ്രിക്കൻ സ്നെയിൽസ് seems to have triggered the concerns over crop infestations and public health in Kerala. Great. The Kartarpur Aisle Gurudwara in Pakistan was inaugurated by the PM. All right, great. There is no concealed aisle to success. Yes, path to success. The project was ruled out as it had a little ambit. As it had little ambit. A little വേണ്ട, വെറും ലിറ്റിൽ മതി. ലിറ്റിൽ മീൻസ് നോ ആംബിറ്റ്, നോ റേഞ്ച്, നോ സ്കോപ്പ് എന്ന് കൊടുക്കാം. ആ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻസാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് സെൻസ് അല്ലേ ഐശ്വര്യ? അപ്പോൾ ലിറ്റിൽ, ആ എ അങ്ങ് കട്ട് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്, ഓർത്ത് വെച്ചോണത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാക്കുകൾ ഇങ്ങനെയുള്ളതാണ്. ആ ലിറ്റിൽ, ദ ലിറ്റിൽ, വെറും ലിറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ലിറ്റിൽ എന്ന് പറഞ്ഞാലാണ് നെഗറ്റീവ് മീനിങ്. അത് ഓർത്ത് വെച്ചോണം, മറക്കേണ്ടത്. ഓക്കെ, സോ I think I heard the word concealed aisle in the movie. കൺസീൽഡ് ഐൽ എന്ന് പറയുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് മറ്റേ അലി എന്നല്ലേ അവർ ഐൽ എന്ന് പറയുന്നേ ഇല്ല. അലി എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ, വേർഡ്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. എന്നാലും ഐ തിങ്ക് അലി എന്നാണ് അവർ അലി എന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ്. ആക്ട്രസ് മീനാസ് ഹസ്ബൻഡ് yielded to death today. ഓക്കെ, സറണ്ടർ ടു ഡെത്ത് അല്ലേ? ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ്. അപ്പോൾ സെൻറ്റൻസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? ഓക്കെ, വേറെ സെൻറ്റൻസുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത ഇതിലോട്ട് പോവാണ്, സെറ്റിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓർമ്മ വരുന്നുണ്ടല്ലോ. മിനിസ്റ്റർ ഓഫ് കേരള വാസ് കൺസീൽഡ് സംതിങ് അല്ല, മിനിസ്റ്റർ ഓഫ് കേരള കൺസീൽഡ്, മിനിസ്റ്റർ ഓഫ് കേരള ഹൈഡ് സംതിങ്, അയാൾ എന്തോ ഹൈഡ് ചെയ്തു എന്നുള്ള അർത്ഥം കേട്ടോ. വാസ് കൺസീൽഡ് വരില്ല. ഓക്കെ, വാസ് കൺസീൽഡ് അവിടെ വരില്ല സിനാൻ, കാരണം നമ്മളിവിടെ പാസീവ് അല്ല ഉപയോഗിച്ചേക്കുന്നത്. നീ ഉപയോഗിച്ചേക്കുന്നത് കേരളത്തിലെ മിനിസ്റ്റർ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നല്ലേ. അപ്പോൾ മിനിസ്റ്റർ ഓഫ് കേരള കൺസീൽഡ് സംതിങ് എന്ന് കൊടുക്കാം. The project Tiger has a great ambit in today's world. All right.
She yielded before him last year by confessing her feelings she had been concealing for years, and now look at her walking down the aisle to him. Great. Yes. All right. Yes. Credence meaning in the credence എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡ് എന്ന വാക്കിനർത്ഥം ഫെയ്ത്ത് ട്രസ്റ്റ് ആണ്. അപ്പോൾ ക്രെഡൻസ് എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ക്രെഡിബിലിറ്റി ആ ഒരു അർത്ഥത്തിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എക്സാക്ട് മീനിങ് അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊന്നുകൂടെ നോക്കിയിട്ട് പറയാം. ക്രെഡൻസ് അക്സെപ്റ്റൻസ്. ക്രെഡൻസ് എന്ന് പറയുമ്പം ആക്സെപ്റ്റൻസ്, നമ്മളൊരു കാര്യത്തിന് അക്സെപ്റ്റ് ചെയ്യുക, അതാണ്. അക്സെപ്റ്റ് ദാറ്റ് സംതിങ് ഇസ് ട്രൂ, അതാണ് ക്രെഡൻസ്. അത് ബിലീഫ്, ഫെയ്ത്ത്, അത് തന്നെ കേട്ടോ. ദാറ്റ് ഈസ് ക്രെഡൻസ്. അലിക്ക് അപരണം, അല്ലിക്കാവർ, എടാ റെജിൻ നീ പോ. ക്യാപിറ്റുലേറ്റ് ഒന്നുകൂടി പറയാവുന്നോ? ക്യാപിറ്റുലേറ്റ് പറയാലോ. ക്യാപിറ്റുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യുക എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈൽഡ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, തോൽവി സമ്മതിക്കുക, ദാറ്റ് ഈസ് ക്യാപിറ്റുലേറ്റ് കേട്ടോ. അതാണ് ലക്ഷ്മി. ഓക്കെ, ഹീസ് ഇൻ എ സ്റ്റേൽമേറ്റ്, സോ ഹീ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്കോഴ്സ്. സോ ഹീ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്കോഴ്സ്, ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസ്കോഴ്സ്. സാധാരണ ഒരാളോട് സംസാരിക്കുക അല്ല. ഡിസ്കോഴ്സ് മീൻസ് യു ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് ഇൻ ആസ് എ കോൺവെർസേഷൻ, അതിനെ ഡിസ്കോഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ടോക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന് നമ്മളൊരു കൺട്രിയുടെ ഒരു കാര്യത്തിന് വേണ്ടി പറയുന്ന ആഭ്യന്തര ചർച്ചയൊക്കെ നടത്തുമ്പോൾ ദാറ്റ് ഈസ് ഡിസ്കോഴ്സ്. അതിനെയാണ് ഫോർമൽ വേർഡ് ഡിസ്കോഴ്സ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ടോക്കിംഗ് ടു സംബഡി, യു ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു സംവൺ, അതിനെയല്ല ഡിസ്കോഴ്സ് പറയാം കേട്ടോ. അപ്പോൾ പാർവതി അതല്ല. അപ്പോൾ ഡിഫിക്കൽട്ട് ടു ടോക്ക് ടു അങ്ങനെ പറയാം. സോ ഹീ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടോക്ക് ടു എന്ന് കൊടുക്കാം. Terrorists have done a concealed expatiate. Expatiate is not noun. Expatiation is noun. കേട്ടോ, expatiation is noun കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുക്കണേ. ബിഫോർ അറ്റാക്കിംഗ് ദ പോലീസ് സ്റ്റേഷൻ. അഭിനയിക്കാണ് കേട്ടോ. യെസ്, സീക്രട്ട് ആലി, അത് തന്നെ. ഇന്ത്യസ് agricultural yield suffers from low productivity. Opposition blames government is concealing the actual number of COVID death cases. Yeah. Okay. Opposition blames that. That's correct. If we get proper climate, we can yield good crops. We can produce. All right. Nibam concealed his strategy by the vociferous speech. Oh, kollam. Shammasini kollam. The discourse yielded an ambit for future development. Yes. Film producer Sandra Thomas put one of my Insta posts in her story. This caused a proliferation in followers list. Nimmi, no, that's great. If you worked hard, you could yield good result. Okay, അതെ ആണ് കേട്ടോ. ഡിസ്കോഴ്സ് ഇസ് എൻ ഒഫീഷ്യലി ഫോർമൽ വേർഡ് ആണ് കേട്ടോ. ആണ്, അതെ. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. അതിനു മുമ്പ് എല്ലാവരും ഓർക്കുക, ഈ ഇപ്പം നമ്മുടെ ലൈവിലുള്ള എല്ലാ കുട്ടികളും ഓർക്കുക, നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ എല്ലാവരും പറയുകയാണ്, നിങ്ങളിപ്പോൾ PSC പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് പഠിച്ചു തുടങ്ങണം. കാരണം എന്താ വെച്ചാൽ SSC എക്സാമിൻ്റെ ഒക്കെ പേപ്പർ നിങ്ങൾ കണ്ടോ, MTS ഒക്കെ വളരെ സിമ്പിൾ പേപ്പറാണ്. സോ റിമെമ്പർ ടു റൈറ്റ് ഇറ്റ് ആസ് വെൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പുതിയൊരു ടെലിഗ്രാം ചാനൽ നമ്മൾ സെൻട്രൽ എക്സാംസിൻ്റെ കണ്ടന്റ് തരാൻ വേണ്ടി ഇട്ടിട്ട് വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ സെൻട്രൽ എക്സാംസിൻ്റെ ബാങ്ക് എക്സാംസ് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, പോലെയുള്ള റെയിൽവേ എക്സാംസ് ആയിക്കോട്ടെ, ഇതിനുള്ള ക്യാപ്സ്യൂൾ ഫോംസുള്ള ക്ലാസ്സുകളും അതിൽ നോട്ട്സും ഒക്കെ PDF നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇനി ഈ ടെലിഗ്രാം ചാനലിൽ കിട്ടും. ദിസ് ഇസ് ആ ടെലിഗ്രാം ചാനൽ. യൂട്യൂബിലുള്ള എല്ലാ കുട്ടികൾക്കും, നിങ്ങൾ പരിചയമുള്ള എല്ലാവർക്കും കൊടുക്കുക. Adda247 കേരള സെൻട്രൽ എക്സാംസ് ആണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. Adda247 കേരള സെൻട്രൽ എക്സാംസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ജോയിൻ ചെയ്യാൻ പറയുക. ആൻഡ് യു വിൽ ഗെറ്റ് ഫ്രീ കണ്ടന്റ് ആസ് വെൽ കേട്ടോ. ഓൾ റൈറ്റ്. Yes, an expatiation is going on between China and Nepal. All right. She had to leave early. Rule പറയാമോന്നോ? ഇന്നലത്തെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യോ, നമുക്ക് ഹാഡ് അല്ലേ ഇവിടുത്തെ വേർബ്. അപ്പോൾ അതുകൊണ്ടാണ് ഡിഡൻറ്റ് വന്നേക്കുന്നത്. വേർബ് ഹാഡ് അല്ലേ, ടു ഇൻഫിനിറ്റീവ്. മറ്റേത് ടു ലീവ് ഇസ് ടു ഇൻഫിനിറ്റീവ് അല്ലേ. ഹാഡ് ആണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ വേർബ് ഹാഡ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് കൊടുക്കണം? അത് ഓക്സിലറി വേർബ് അല്ല, മെയിൻ വേർബ് ഹാഡ്. മെയിൻ വേർബ് ഹാഡ് ആണെങ്കിൽ ഹാഡ് എന്ന് പറയുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡിഡ് പ്ലസ് ഹാവ്. അപ്പോൾ ഡിഡിൻ ഷീ. അതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ജുവനൈൽ വേർഡ്സിലോട്ട് വരാം. ജുവനൈൽ മീൻസ് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ജുവനൈൽ ആണെങ്കിൽ യങ്സ്റ്റർ അല്ലെങ്കിൽ മൈനർ ആണ് നമ്മൾ പറയും ജുവനൈൽ. അല്ലെ, ജുവനൈൽ ജസ്റ്റിസ്, ജുവനൈൽ കോർട്ടൊക്കെ നമുക്കറിയാലോ. സോ ജുവനൈൽ ഹോംസ് അറിയാം. സോ അഡ്ജക്റ്റീവായിട്ട് ജുവനൈൽ പറഞ്ഞാൽ യങ് ആണ്, ഇമ്മച്വർ ആണ് എന്നർത്ഥം. അടുത്ത ഡീം എന്ന വേർബിൻ്റെ അർത്ഥം റിഗാർഡ് ആസ് അല്ലെങ്കിൽ കൺസിഡർ, കരുതപ്പെടുക, ജഡ്ജ്. ഇങ്ങനെയാണ്
നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ജഡ്ജിങ് മീൻസ് നോട്ട് ലിറ്ററലി നമ്മുടെ ജഡ്ജ് വെച്ചിട്ടുള്ള ജഡ്ജല്ല, നമ്മൾ കരുതുന്നത്, നമ്മൾ അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഡീം. സോ ഡീം ഇസ് റിഗാർഡ് ആസ്, കൺസിഡർ, ജഡ്ജ്. അഡ്വക്കസി അറിയാലോ. അഡ്വക്കസി മീൻസ് പബ്ലിക് സപ്പോർട്ട്, റെക്കമെൻഡേഷൻ. നമുക്കൊരു അഡ്വക്കസി വേണം, പബ്ലിക് സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വേണം എന്നൊക്കെ പറയും, അക്സെപ്റ്റൻസ് വേണം എന്നൊക്കെ പറയില്ല. ആ സംഭവമാണ് ഈ പറയുന്ന അഡ്വക്കസി എന്ന് പറയുന്ന സാധനം. ഓർത്ത് വെച്ചോണേ. അടുത്തത് റിവൈവ് ചെയ്യുക. റിവൈവലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. റിവൈവ് ചെയ്യുക മീൻസ് വീണ്ടും പുനർജനിക്കുക അല്ലേ. അല്ല, പുനർജനി ഈസ് നോട്ട് ദാറ്റ്. റിവൈവ് ചെയ്യുക, വീണ്ടും റീവൈറ്റലൈസ് ചെയ്യുക. ബ്രിങ് റൗണ്ട്, ബോധം കെട്ടുവിടുന്ന് വീണ്ടും എണീക്കുക. ദാറ്റ് ഈസ് വാട്ട് റിവൈവ് അല്ലേ. ബ്രിങ് റൗണ്ട്. റീസസിറ്റേറ്റ് അതും റിവൈവിൻ്റെ സെന്നേമാണ്. ഓർത്ത് വെക്കുക. ആൻഡ് ദെൻ ഫൈനലി ലീത്തൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. ലീത്തൽ, ഡെഡ്ലി, ഫേറ്റൽ, മോർട്ടൽ അല്ലെങ്കിൽ നോക്ഷ്യസ് എന്നൊക്കെ പറയാം. ലീത്തൽ ആണെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. ലീത്തൽ, ലീഗൽ അല്ല, ലീത്തൽ, ഫേറ്റൽ. ഓൾ റൈറ്റ്. ഞങ്ങൾക്ക് മിസ്സിൻ്റെ ചാനൽ വന്നു. എടാ റെജിൻ, നീ എന്തായി പറയുന്നത്? എൻ്റെ ചാനൽ ഇംഗ്ലീഷ് മാത്രമല്ലേ ഉള്ളൂ. ഈ സെൻട്രൽ എക്സാമിൻ്റെ ചാനലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നിങ്ങൾക്ക് മാത്ത്, റീസണിങ്, GK എല്ലാം കിട്ടും. എൻ്റെ പൊന്നടാവേ, നിന്നെ കൊണ്ട് തോറ്റല്ലോ. കൊള്ളാം. ആംബിറ്റ് ഓഫ് ദി ജൂറിസ്ഡിക്ഷൻ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ ദ ഗവൺമെൻറ് വിത്ത് കൺകറൻസ് ഓഫ് ദി ജുഡീഷ്യറി. ഓക്കെ. CGL റിസൾട്ട്സ് വരുന്ന പറയാം. ഇന്നലെ MTSൻ്റെ റിസൾട്ട് വന്നു, അറിഞ്ഞോ നിങ്ങൾ? ESIC MTSൻ്റെ റിസൾട്ട് വന്നായിരുന്നു, കണ്ടായിരുന്നോ എല്ലാവരും? ഇന്നലെ വന്നിട്ടുണ്ട്. യെസ്. 2 വർഷം വെയിറ്റ് ചെയ്യാനോ? നീ എന്താ അത് പറഞ്ഞു? 2 വർഷം ഒന്നും വേണ്ട കേട്ടോ ജിഷ്ണു. വരും ഉടനെ വരും, വെയിറ്റ് ചെയ്താൽ മതി. CGLൻ്റെ കഴിയുമ്പോഴേ വരുള്ളൂ. അതാണ്, CGLൻ്റെ വന്നിട്ടേ വരത്തുള്ളൂ. കാരണം CGL എക്സാം കഴിഞ്ഞിട്ടല്ലേ CHSL. ഡോണ്ട് യൂസ് ലീതൽ വെപ്പൺസ്. ഓക്കെ. ഓ നിമ്മി കൊള്ളാം. നിമ്മി അപ്പോൾ നിമ്മി ആകങ്ങ് ഇപ്പം വലിയ എന്താ പറയുക, സെലിബ്രിറ്റി ആയോ നിമ്മി? എന്താ അല്ലേ. ദ ലോ ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് അഡ്വക്കസി. യെസ്. പാർട്ടി അഡ്വക്കസി ഹെൽപ്സ് ദം ടു ജോയിൻ ജോബ്സ്. എന്ന് പറയില്ല, ജോലിക്ക് ജോയിൻ ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. ടു ജോയിൻ ജോബ്സ് എന്നൊക്കെ, ജോയിൻ ട്രാൻസിറ്റീവ്, ജോയിൻ ജോബ്സ്, അതിന് ഒരു കുറവുണ്ടല്ലോ. ടു ഗെറ്റ് ജോബ്, ജോലി കിട്ടാനല്ലേ, ജോയിൻ ചെയ്യാനല്ലോ, ജോലി കിട്ടാൻ. പാർട്ടി അഡ്വക്കസി ഹെൽപ്സ് ദം ടു ഗെറ്റ് ജോബ്സ്, അങ്ങനെ കേട്ടോ. അല്ലെങ്കിൽ അക്വയർ എന്ന് കൊടുക്കാം. ലീത്തൽ എന്ന് പറഞ്ഞാൽ ലീത്തൽ എന്ന് പറഞ്ഞാൽ ഫേറ്റൽ ആണ്, അതായത് മരണകാരണമാകാം, മരണം വരെ സംഭവിക്കാം. ഫേറ്റൽ ആണ്, ഇറ്റ്സ് റിയലി ഡേഞ്ചറസ് ആണ്, നോക്ഷ്യസ് ആണ്, ഹാംഫുൾ ആണെന്നൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷേ കുറച്ചുകൂടി കൂടിയ ഇനമാണ് ലീത്തൽ എന്ന് പറഞ്ഞാൽ. അത് ഡെഡ്ലി ആണ്, ഇറ്റ്സ് ലൈക്ക് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് ഫേറ്റൽ, അതാണ് പറയുന്നത്. അതാണ് ലീത്തൽ. Had a tiger by the tail due to, ma'am had a tail by the tail due to Regin. അതെനിക്ക് ഇഷ്ടപ്പെട്ടു പാർവതി. കറക്റ്റ് ടൈമിൽ ഇട്ടു അല്ലേ. Our college is deemed to Amity University. Great. Yes. Okay. Deemed to, അവിടെ കൺസിഡേർഡ് ടു എന്ന് പറയും. ഡീം ടു പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ ഡീം എന്ന് പറയുമ്പോൾ കൺസിഡേർഡ് ടു, ഡീം ടു അതിൻ്റെ യൂസേജ് കറക്റ്റ് ആവില്ല. ഡീംഡ് യൂണിവേഴ്സിറ്റി നമ്മളത് പറയും, ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ അതല്ല ഇവിടുത്തെ ഡീമിൻ്റെ അർത്ഥം. ഇവിടെ ഡീമിൻ്റെ അർത്ഥം വെച്ചാൽ ഡീം എന്ന വേർബാണ്. അപ്പോൾ ഡീം എന്ന വേർബിൻ്റെ അർത്ഥം കരുതപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ കരുതപ്പെടുമായിട്ട് വരില്ലല്ലോ അല്ലേ. ഷമാസെ അവർ കോളേജസ് കരുതപ്പെടൽ ടു അങ്ങനെ പറയില്ലല്ലോ. സോ അതാണ് ഡീമിൻ്റെ അർത്ഥം, അതാണ്. സോ ഡോണ്ട് യൂസ് ഇറ്റ്. ഇങ്ങനെ പറയാം, ആർ യൂണിവേഴ്സിറ്റി, ആർ കോളേജസ് അണ്ടർ എ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. ആർ കോളേജസ് അക്രെഡിറ്റഡ് ടു എ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അത് കറക്റ്റാണ്, അല്ലാതെ ഇവിടെ പറ്റില്ല. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ദ പീപ്പിൾ ഹു ഡീംഡ് ഹെർ ജുവനൈൽ minor were blown away by her veteran ideas. All right. Impressed alle. Akash Ambani deemed managing director of Jio Corporate by the advocacy of Mukesh Ambani. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. Akash Ambani deemed Akash Ambani is deemed പറയാം. കാര്യം ആകാശ് അംബാനിയെ ഡീം ചെയ്തു, റിഗാർഡ് ചെയ്തു, കൺസിഡർ ചെയ്തു എന്ന് പറയാം. അല്ലെങ്കിൽ ഡീംഡ് അവിടെ മീനിങ് കറക്റ്റ് അല്ല. ആകാശ് അംബാനിനെ നമ്മൾ ഇത് ചെയ്തു എന്ന് പറയില്ലേ.
പുള്ളിയെ നമ്മൾ റിഗാർഡ് ചെയ്തു, പുള്ളിയെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള രീതിയിലല്ല വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഡീം യൂസേജും കറക്റ്റ് അല്ല കേട്ടോ, അത് ഓർത്തോളും. ഞാനത് ഡീമിൻ്റെ കാര്യം എന്നോട് പറഞ്ഞു, ഇപ്പോൾ കുറേ പേര് സെൻറ്റൻസ് മേക്ക് ചെയ്തതിൽ തെറ്റുന്നു. സോ ഞാൻ പറയാം, ദ ഈവൻറ്റ് വാസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, the party last night was deemed amazing, was considered amazing. അതങ്ങനെയാട്ടോ എല്ലാവരും കരുതുന്നത്. നമ്മൾ കരുതുന്നത്, നമ്മൾ വിചാരിക്കുന്നത്, നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ഡീമിൻ്റെ ഇതിലില്ലേ, അത് കറക്റ്റ് അല്ല. അത് നിനക്ക് തോന്നുന്ന പോലെ ചെയ്യുമില്ലേ. ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു ഡൂം ഇറ്റ് റൈറ്റ്. യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു ഡീം ഇറ്റ് റൈറ്റ്, ഇഫ് യു കൺസിഡർ ഇറ്റ് റൈറ്റ്. നിനക്കത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ചെയ്തോ, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തോ. യു ക്യാൻ ഡു ഇറ്റ് ഇഫ് യു ഡീം ഇറ്റ് റൈറ്റ്. നിനക്കത് തോന്നുന്നു കറക്റ്റാണെങ്കിൽ നീ ചെയ്തോ. കത്തിയോ നിങ്ങൾക്ക്? അതാണ് ഡീം എന്ന വാക്കിൻ്റെ അർത്ഥം. ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് പ്രോപ്പർലി. അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് വേറെ ഗുണമില്ലല്ലോ. മനസ്സിലായോ? ഡീം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു യുവർ സെൻറ്റൻസസ് അഗൈൻ. അപ്പോൾ ഇത്രയും പേര്, നമ്മൾ ഇത്ര നേരമായിട്ടും ലൈവിലുള്ള എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഞാൻ പറഞ്ഞിരിപ്പിക്കണം, അതാണ് ഇവിടുത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. എന്താ അല്ലേ, ഒരു സ്നേഹമില്ലാത്ത പിള്ളേരാണല്ലോ. 50 പേര് ലൈവിലുണ്ട്, എന്നിട്ട് 50 പേർക്കും എന്നാ ജാടയാണോ പിള്ളേരെ, ജാഡാസ്, ജാഡ പാർട്ടീസ് അല്ലേ, ജാഡ പാർട്ടീസാണ് നമ്മുടെ പിള്ളേർ മൊത്തം. എനിവേസ് ലെറ്റ്സ് മൂവ്. അടുത്തത് ഓക്കെ, അപ്പോൾ ഡീം ഒന്ന് സെറ്റ് ആക്കണേ എല്ലാവരും. SC is far better than Kerala PSC. Yes, it is, of course. അത് ഞാൻ എപ്പോഴും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. കേരള PSCയുടെ പഴയ ഡിഗ്രി ലെവൽ എക്സാം എന്ന് നടന്ന ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെയാണ് കാര്യങ്ങൾ. The new government has set the ball rolling for permitting deemed to be universities in India. All right, that's great. Yes, yes. COVID-19 is lethal disease. Yes, it is. ഇന്നലെ MTS application status വന്നു. അതെ. ഞാൻ പറഞ്ഞില്ല FDS എക്സാം വരുമല്ലേ, അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അല്ലേ എന്നൊക്കെ. Juvenile will not suffer any juvenile will not suffer any disqualification after completing the punishable unless completing the punishable punishment അല്ലേ, punishment അല്ലേ പ്രവി ഉദ്ദേശിച്ചേ, punishment otherwise unless otherwise provided അല്ലേ. nowadays അപ്പോൾ punishable അല്ലേ, punishment ആണെന്ന് ഓർത്തോണേ. nowadays juveniles deaths are proliferating. അഡ്മിറ്റ് കാർഡ് എത്തിയോ? എനിക്ക് 4-5 ദിവസത്തിനുള്ളിലല്ലേ വരത്തുള്ളൂ. വരും, 2 ദിവസം കൂടെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഡിസ്ട്രിക്ട് കളക്ടർ ഹാവ് ഡൺ അല്ല, അഭിനയ ഹാസ് ഡൺ. ഡിസ്ട്രിക്ട് കളക്ടർ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ ഹാസ് ഡൺ. ആൻഡ് എക്സ്പാട്രിയേഷൻ വിത്ത് വില്ലേജേഴ്സ് ടു ഡീം അഡ്വക്കസി, ടു കൺസിഡർ അഡ്വക്കസി. ഓക്കെ, ഓൾ റൈറ്റ്. ദി കോർട്ട് അക്വിറ്റഡ് ഹിം ആസ് ഹീസ് ജുവനൈൽ. ഓൾ റൈറ്റ്. അപ്ലിക്കേഷൻ സ്റ്റേറ്റസ് മാത്രമേ ഉള്ളൂ അല്ലേ, ശരിയാണ്. ഷീ എക്സ്പീരിയൻസ്ഡ് എ ഫേറ്റൽ ബ്രേക്കപ്പ് വിച്ച് മെയ്ഡ് ഹെർ റിവൈവൽ എ സ്ലോ പ്രോസസ്. ഓൾ റൈറ്റ്. ഓക്കെ, ഹി വാസ് ഓൾ റൈറ്റ്. Indian government has taken several measures to revive the Indian economy and expected that the economy will return to high growth trajectory soon. Great. Sri Lankan people are waiting for the revival of their economy. Yes, they are. ശ്രീദേവി, ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ, ശ്രീദേവി വന്നില്ല. ശ്രീദേവി നാളെ പറഞ്ഞില്ലേ, ശ്രീദേവിയെ കാണാത്തതുകൊണ്ട് പേര് വിളിക്കണമെന്ന്. പേര് വിളിച്ചു കേട്ടോ, ലൈവിൽ ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞത് ശ്രീദേവിയെ കണ്ടില്ലല്ലോ എന്ന്. We deemed her wrong. We consider her wrong. Great. The judge will take whatever action against the culprit The judge will take whatever action against the culprit what he deems appropriate in the murder case. അവിടെ what he deems appropriate എന്ന് ഇത് വേണ്ട ആവശ്യമില്ല. The judge will take whatever action, എന്ത് ആക്ഷൻ ആണോ action against the culprit that he deems appropriate. അത് അയാൾ അവിടെ ഓൾറെഡി ആക്ഷനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ വോട്ട് അവിടെ ഇട്ട് കൊടുത്താൽ തെറ്റും കേട്ടോ ചിപ്പി, ശ്രദ്ധിച്ചോണേ. കാരണം വോട്ട് എന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റ് ഇല്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാൻ, അത് എന്താണെന്ന് പറ്റി അറിയില്ലെങ്കിൽ യു ക്യാൻ ഡു വാട്ട് യു ലൈക്ക്. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ. യു ക്യാൻ ടേക്ക് വാട്ട് യു ലൈക്ക്. നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ. അങ്ങനെ വരും. അപ്പം ഇഷ്ടമുള്ളത് മീൻസ് സംതിങ്, അവിടെ ഒരു റിവീൽ ചെയ്യപ്പെടാത്തൊരു സീക്രട്ട് ആയിട്ടുള്ള എന്തും മിസ്റ്റീരിയസ് ആയിട്ടൊരു ഇതാണ് എലമെൻ്റാണ്. അവിടെയാണ് ആൻറ്റിസിഡൻറ്റ് ഇല്ലായ്മ എന്ന് ഞാൻ പറയുന്നത്. ബട്ട് ഇവിടെ ഉണ്ടല്ലോ, ആക്ഷൻ ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, ജഡ്ജ് വിൽ ടേക്ക് വാട്ട് എവർ ആക്ഷൻ, അത് കറക്റ്റാണ്, വാട്ട് എവർ ആക്ഷൻ അഗൻസ്റ്റ് ദ കൾപ്രിറ്റ് ദാറ്റ് ആക്ഷനെ പറ്റിയാ, സോ ദാറ്റ് ഹി ഡീംസ് അപ്രോപ്രിയേറ്റ് ഇൻ ദ മർഡർ കേസ്. കേട്ടോ ചിപ്പി? യാ. The opposite party കുഴപ്പമില്ല, has revived all his rights by the order of the appellate court. All right. Yes. Higher the advocacy, higher the results of the dry day program. Yes. We deem Sachin as Isalla. We consider Sachin is okay. We deemed Sachin is god of cricket. Is the god of cricket. The god. അത് വേണം.
The advocacy, the only school, with advocacy, the only school in village can be revived. With advocacy, comma, ഒരു കോമ ഇട്ട് കൊടുത്താനു അപ്പം സെറ്റ് ആവും. Court deemed him as വേണ്ട, ഇങ്ങനെ കൊടുത്താൽ മതി. ഡീമിൻ്റെ കൂടെ ആസ് വേണ്ട, റിഗാർഡിൻ്റെ കൂടെ ആസ് കൊടുത്താൽ മതി. ബാക്കിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അതാണ്. സോ ഹി ഡീംഡ് ഹിം ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. കേട്ടോ, കോർട്ട് ഡീംഡ് ഹിം, കോർട്ട് ഡീംഡ് ഹിം. അത് തന്നെ, യെസ്. The task advocated by him was deemed to juvenile. Deemed to, okay. Deemed to juvenile അല്ല ഷമാസെ, deemed to be juvenile. Be juvenile. 2 + V1 അല്ല വരണ്ടേ. V1 ഇല്ലാതെ എങ്ങനെയാ അഡ്ജക്റ്റീവ് കൊടുക്കുക അല്ലേ? അവിടെ V1 കൊടുക്കുക, അഡ്ജക്റ്റീവ് കൊടുക്കാൻ പാടില്ല. V1ന്റെ സ്ഥാനത്ത് അഡ്ജക്റ്റീവ് കൊടുത്തിട്ടല്ല, പക്ഷേ സ്റ്റേറ്റ് വേർബാണ്, തൊട്ടടുത്ത് അഡ്ജക്റ്റീവ് കൊടുക്കാം. അപ്പം ഇങ്ങനെ കൊടുക്കണം, the task advocated by him was deemed to be juvenile. കേട്ടോ. The judge will take whatever action against the culprit that he deems appropriate in the murder case. Great, Chippy. Severe breathing issue leads to a lethal condition. All right, okay. Advocacy wants to implement with proper care and caution. Advocacy want to implement alla. Advocacy wants to be implemented. കാരണം എന്താ? Advocacy is something. ആരെ advocacy implement ചെയ്യണമെന്നാ? ആരോ implement ചെയ്യണമെന്നല്ലേ? I want to implement advocacy with the proper care and caution. അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെ കൊടുക്കണം? Advocacy wants to be implemented with proper care and caution. കേട്ടോ, അതോർക്കുക. പാസീവ് അവിടെ വേണം. Which comments are you reading? No. ഇവിടെ തൊട്ട് താഴെയുള്ള കോമൻസ് കാണുന്നില്ലേ? ആ ചാറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിക്കേ. പലരും ചാറ്റ് ബോക്സ് കാണുന്നില്ലെന്ന് പറയുന്നത്. ഞാനത് ചെക്ക് ചെയ്തു ഇന്നലെ. ഇപ്പം നാരായണനാണെന്ന് തോന്നുന്നു. നാരായൺ, ഹായ് നാരായൺ. ഞാനിത് പറയുന്നത് എന്തെയോ, ചാറ്റ് ബോക്സ് ഞാൻ ചെക്ക് ചെയ്തപ്പം എൻ്റെ ഫോണിൽ ചാറ്റ് ബോക്സ് അവൈലബിൾ അല്ല. ഐ തിങ്ക് എൻ്റെ ഫോണിന് എന്തോ സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല, സംതിങ് ആണെന്ന് തോന്നുന്നു. ബട്ട് എൻ്റെ ലാപ്ടോപ്പിൽ ഇറ്റ്സ് അവൈലബിൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നാരായൺ ലാപ്ടോപ്പിൽ ഒന്ന് കണ്ടു നോക്കിയേ, സംഭവം സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഫോണിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ സിസ്റ്റം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കറക്റ്റ് ആവും. കേട്ടോ, ചാറ്റ് ബോക്സ് അവൈലബിൾ ആണ്. റെക്കോർഡഡ് ആയിട്ടിരിക്കുന്ന സമയവും ചാറ്റ് ബോക്സ് അവൈലബിൾ, ലൈവ് അല്ലാതെയും ഉണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. ലീതൽ ഒന്നുകൂടെ പറയാമോന്നോ? പറയാലോ. ലീതൽ എന്ന് പറഞ്ഞാൽ ഫേറ്റൽ ആണ്, മരണത്തിന് വരെ കാരണമാകുന്ന എന്നാണ് ലീതലിന്റെ അർത്ഥം. മരണം വരെ സംഭവിക്കാവുന്ന, മരണത്തിന് വരെ കാരണമാകുന്ന, അത് അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ്, ഇറ്റ്സ് സോ റിസ്കി എന്ന അർത്ഥമാണ് കേട്ടോ. പിന്നെ അതാണ്. പക്ഷേ അതിന്റെ കറക്റ്റ് മീനിങ് വരുമ്പോൾ നമ്മൾ ഫേറ്റൽ ഡെഡ്ലി തന്നെ ഇട്ട് കൊടുക്കണം. ആൻഡ് മോർട്ടൽ ആസ് വെൽ. മോർട്ടൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ ഫേറ്റൽ ഡെഡ്ലി പ്രയോറിറ്റി. കേട്ടോ, അത് ശ്രദ്ധിക്കാം. കോപ്പറേറ്റ് സൊസൈറ്റി അല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റി. Cooperative society എന്നല്ലേ റെഡ് പ്രിൻസ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ഫംഗ്ഷൻ അണ്ടർ ദ സ്റ്റേറ്റ്, ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ, ഈസ് ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ അല്ലേ? ഈസ് ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ. Cooperative society functioning under the state is considered to be registered under KCS Act 1969. Successful advocacy involves informing clients of their rights and how to exercise them for their benefit, which allow clients to influence decisions that will directly affect them. Yes. Advocacy wants to be implemented with proper care and caution. Yes, it is. Great. Moving on, അടുത്ത സെറ്റ് പിടിക്കാം. അപ്പം നമ്മുടെ അടുത്ത സെറ്റ് ഉണ്ട് കേട്ടോ, ഇനി ഉണ്ട്, വേർഡ്സ് ഉണ്ട്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയിരിക്കേണ്ട സമയമില്ല കേട്ടോ പിള്ളേരെ. നിങ്ങൾ അപ്ലൈ ചെയ്യുക, 10-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യുക. പലരും പറയുന്നൊരു ഇതാണ്, അയ്യോ ഡൽഹി വരെ പോകണോ? പിന്നെ ഡൽഹി വരെ പോകാതെ എങ്ങനെയുള്ള എക്സാംസ് വരുമ്പോൾ ഡൽഹി വരെ പോകണം, എഴുതിയിട്ട് തന്നെ വരിക. കാര്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കിട്ടില്ല. ഓർക്കണം, 210 വേക്കൻസീസ്, 210 വേക്കൻസീസാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിന് അപ്ലൈ ചെയ്യാനായിട്ട്? അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമുക്കൊരു ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും കവർ ചെയ്താൽ മതി. 210 വേക്കൻസീസ് ഉണ്ട്, മാത്രം അത് കൂടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് റൈറ്റിംഗ് സ്കിൽസ് നല്ല കൂടുതലാണ്. നോർത്ത് ഇന്ത്യൻസിനൊക്കെ വെച്ചുമ്പോൾ റൈറ്റിംഗ് സ്കിൽസ് കൂടുതൽ. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ തന്നെ കൊണ്ടുപോകണമെന്നില്ലല്ലോ, നമ്മൾ നല്ല കഴിവുള്ള മലയാളികൾ കൊണ്ടുപോകട്ടേന്നേ. സോ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലോട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കരുത്, വേഗം അപ്ലൈ ചെയ്യുക പോസ്റ്റിന് ആൻഡ് കം ടു അസ്. നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. 3400 രൂപയാണ് കോഴ്സ് ഫീ. നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണം, കോഡ് ഉപയോഗിക്കുക. അപ്പോൾ ഈ 3400 രൂപയ്ക്ക് കിട്ടും. 4000 കിടക്കുക ഇപ്പോൾ പോസ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ 4100 നിങ്ങൾക്ക് ഇത്ര രൂപ കുറച്ച് 700 റുപ്പീസ് കുറയ്ക്കും. 700 രൂപയുടെ കുറവ് കിട്ടും വെൻ യു യൂസ് മൈ കോഡ് Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ. അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് SSCIL ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഈ വരുന്ന ജൂലൈ 1. ഇനി നോക്കിക്കാൻ സമയമില്ല. CGL CHSL വേണ്ടി പഠിക്കാം, MTS വേണ്ടി പഠിച്ചു തുടങ്ങാം. ഡീറ്റെയിൽ ആയിട്ട് പഠനം 5 മാസത്തെ കോഴ്സാണ്. ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും ഇല്ല, മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ്, ആഴ്ചയിൽ 4 ദിവസം. ഇതുപോലെ 2400 രൂപയാണ് ഇവിടെയും കോഴ്സ് ഫീ. നിങ്ങൾക്കറിയാം, കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. അപ്പോഴാണ് ഈ കോഴ്സ് ഡിസ്കൗണ്ട് കിട്ടുക. മൂവിങ് ഓൺ, ഡിഫെക്ഷൻ. അടുത്ത ആർട്ടിക്കിളിലോട്ട് വരികയാണ്. അടുത്ത ആർട്ടിക്കിളിലെ വാക്കുകളാണിത്. ഡിഫെക്ഷൻ. മറ്റേതുകൊണ്ട് ഡിഫെക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം
ഡെസേർഷൻ, നമ്മൾ ഒറ്റപ്പെടുത്തില്ലേ, ഒരാളെ ഒറ്റപ്പെടുത്ത പറയില്ലേ, ഇട്ടിട്ട് പോലെ ഒരു കൺട്രിയെ ഇട്ടിട്ട് പോകുന്ന പരിപാടിയില്ലേ, ട്രീസൺ അല്ലെങ്കിൽ അബ്സ്കോണ്ടിങ്, ഇതിനെയാണ് ഡിഫെക്ഷൻ എന്ന് പറയുക. ആന്റി ഡിഫെക്ഷൻ ലോ, നിങ്ങളിത് കാണുന്ന ആന്റി ഡിഫെക്ഷൻ ലോവിനെ പറ്റി പഠിക്കും. അപ്പോൾ ഡിഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്താൽ മതി, ഡെസേർഷൻ, ഒറ്റപ്പെട്ടുക, അല്ലെങ്കിൽ എന്താണ് അതിനെ ചതിക്കില്ല, നമ്മൾ രാജ്യദ്രോഹം എന്നൊക്കെ പറയില്ല, അതിനെയാണ് ഈ ഡിഫെക്ഷൻ എന്ന് പറയാം. ഡിഫെക്ടേഴ്സ് എന്നൊക്കെ പറയും, കാണാം ഇന്ന് ഡിഫെക്ടേഴ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ ഉള്ളത് മനൂവർ. മനൂവർ എന്ന് പറയുന്നത് നൗണുമാണ് വേർബും ആണേ. നൗൺ മീൻസ്, മനൂവർ എന്ന നൗണിന്റെ അർത്ഥം ഓപ്പറേഷൻ അല്ലെങ്കിൽ എക്സസൈസ്, ആക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് മനൂവർ. വേർബായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് മീനിങ് ഉണ്ട്, ബട്ട് രണ്ടും ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഒന്ന് സ്റ്റിയർ ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന അടുത്തൊരു അർത്ഥം കൊണ്ടുണ്ട് അല്ലെ. പ്ലോട്ട് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെ, തന്ത്രപരമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയും. സോ ഓൾറൈറ്റ്, സ്റ്റിയർ ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥവും ഈ പറയുന്ന മനൂവറിനുണ്ട്. മനൂവറിന് പോസിറ്റീവ് സെൻസും ഉണ്ട്, നെഗറ്റീവ് സെൻസും ഉണ്ട്, ഓർത്ത് വെച്ചോണേ. അടുത്തത് ഡിസിഡന്റ്. ഡിസിഡന്റ് അഡ്ജക്റ്റീവ് ആണ്, നൗണുമാണ്. ഡിസിഡന്റ് എന്ന നൗണിന്റെ മീനിങ് ഒബ്ജക്റ്റർ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റർ, വിരോധം, അതിനോട് വിരോധം, നമുക്ക് താല്പര്യമില്ല, നമുക്ക് വി ആർ സ്ട്രോങ്ലി ഒപ്പോസിങ് സംതിങ് എങ്കിൽ യു ആർ എ ഡിസിഡന്റ് എന്ന് പറയാം. ഇഫ് യു ഒപ്പോസ് ടു സംതിങ്, എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ച് നിങ്ങൾ അത് എതിർക്കുന്നുണ്ടെങ്കിൽ, യു ഒബ്ജെക്ട് സംതിങ് ഓർ യു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഇറ്റ് എങ്കിൽ യു ആർ എ ഡിസിഡന്റ് എന്ന് പറയും. അപ്പോൾ ഡിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഡിസഗ്രീയിങ്, ഒപ്പോസിങ് എന്നൊക്കെ അർത്ഥം കേട്ടോ. ഒപ്പോസിങ്, ഡിസഗ്രീയിങ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം, എതിർക്കുന്ന അല്ലേ അർത്ഥം. അടുത്ത അൽബേറ്റ്. അൽബേറ്റ് അറിയാലോ, കൺജങ്ഷൻ ആണ്. യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എ വെരി ഫോർമൽ വേ, വളരെ ഫോർമൽ ആയിട്ട് യൂസേജിലാണ് നമ്മൾ ഉപയോഗിക്കുക അൽബേറ്റ്. ദോ, ഓൾദോ, ഈവൻ ദോ, ഡെസ്പൈറ്റ് ദാറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പൊ നോക്കിക്കേ, അടുത്തത് ഇന്ററിം. ഇന്ററിം ഇന്നലെ മിനിഞ്ഞാന്നല്ലേ, ഇന്നലെ മിനിഞ്ഞാന്ന് കൂടെ പഠിച്ചാണ്. ഇന്ററിം മീൻസ് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഇന്റർവൽ അല്ലെങ്കിൽ മീൻ ടൈം, ആ സംഭവത്തിന് നമുക്ക് ഉപയോഗിക്കാം. പ്രൊവിഷണൽ അല്ലെങ്കിൽ ടെമ്പററി. ടെമ്പററി അഡ്ജക്റ്റീവായിട്ട്, നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. യെസ്, ഡിഫെക്ഷൻ്റെ റൂട്ട് വേർഡ് ഡിഫെക്റ്റ്, അത് തന്നെ, ഡിഫെക്റ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്. China lambasts the US for delivering lethal weapons to Ukraine. All right. Present comments are reading and reading time is a little difference. Nowadays, we can see the blue scale media. I understand. Present comments ഒരുപാട് പേരുടെ വായിച്ചു വരണ്ടേ. അറ്റ് ദ സെയിം ടൈം എനിക്ക് വായിക്കാൻ പറ്റില്ലല്ലോ, ഞാനൊരു മനുഷ്യനല്ലേ, ഐ എം നോട്ട് എൻ എൻജിൻ, ഐ എം നോട്ട് എ റോബോട്ട് അല്ലേ. അപ്പോൾ കാര്യം ഐ വോണ്ട് ടു റീഡ് ദ വേർഡ്സ് പറയണം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് വേണം എനിക്ക് സെൻറ്റൻസ് റീഡ് ചെയ്യാൻ അല്ലേ. സോ ഇറ്റ് ടേക്സ് ടൈം. ആ ഒരു ടൈം ഗ്യാപ്പ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അതുകൊണ്ടാണ്. ഓക്കെ, നൗഡേയ്സ് വി കൻ സീ ദ റിവൈവൽ ഓഫ് ഓൾഡ് സോങ്സ് ആൻഡ് ദ ന്യൂലി റിലീസ് മൂവീസ്. എന്താണ് റിമിക്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് വീണ്ടും കൊണ്ടുവരിക അല്ലേ. ദാറ്റ് ഇസ് ഇറ്റ്, ഹൗ ഇറ്റ് ഇസ്. നോർത്ത് ഇന്ത്യൻസ് ശോകമാണെന്നോ, അയ്യോ ഞാനത് പറയുന്നില്ല, ബിക്കോസ് ഐ വർക്ക് ഇൻ എ നോർത്ത് ഇന്ത്യൻ കമ്പനി, സോ ഐ എം നോട്ട് ഗോയിങ് ടു ജഡ്ജ് സംബഡി ലൈക്ക് ദാറ്റ്. ബട്ട് എങ്കിലും മലയാളി ആണ് മുഖ്യം, മലയാളി മുഖ്യം, അതിലൊരു മാറ്റമില്ല. ഐ എം എ മലയാളി, അതിലൊരു മാറ്റമില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ഇംപ്ലിമെന്റഡ് ഇൻ 2005 with advocacy. Great. Injury was enough to lethal death of the victim. Okay. Some policies of government is always deemed to gain advocacy. All right. One can't defect one's friends. Okay. Desert. Yes. Defection root word defect എന്നാണ് ക്ഷമാസേ. ഓക്കെ, അപ്പം നമുക്ക് ഓർത്ത് വെച്ചോണം, ഡിഫക്റ്റും മനൂവറൊക്കെ സ്ഥിരമായിട്ട്, ഡിഫക്റ്റ് അല്ല സോറി, മനൂവർ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന വേർഡാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പലതവണ, അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, അടുത്തോട്ട് പോവാം, നെക്സ്റ്റ് സെറ്റിലോട്ട് പോവാം. നെക്സ്റ്റ് സെറ്റ് കംപ്ലയൻസ്. കംപ്ലയൻസ്, അപ്പോൾ കംപ്ലയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അബിഡൻസ് അല്ലെങ്കിൽ അഡ്ഹറൻസ് അല്ലെങ്കിൽ കൺഫർമിറ്റി. അപ്പോൾ കംപ്ലയൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അബിഡൻസ്, അബൈഡ് ചെയ്യുക, കംപ്ലൈ ചെയ്യുക, അറിയാലോ. കംപ്ലൈ എന്ന വാക്കിന്റെ മൾട്ടിനാഷണൽ കമ്പനിയിലൊന്നുമല്ല ചിപ്പി. ഇത് Adda247 ഈസ് എ നോർത്ത് ഇന്ത്യൻ കമ്പനി, അറിയില്ലേ? Adda247 ഈസ് ദ ബിഗ്ഗസ്റ്റ് നോർത്ത് ഇന്ത്യൻ കമ്പനി. നോർത്ത് ഇന്ത്യൻ കമ്പനിയിലെ ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ് Adda247. ബാങ്കിങ്ങിന്റെ തലപ്പത്ത് നിൽക്കുകയാണ്. SSC Adda as well. SSC ബാങ്കിങ്ങിന്റെ കേന്ദ്രമാണ് Adda247 കേട്ടോ. അപ്പം അതറിയില്ലേ? MNC അല്ല, ഇറ്റ്സ് നോട്ട് MNC. കംപ്ലൈ എന്ന വാക്കിൻ്റെ ആണ് ഇവിടെ ഞാൻ പറയാം. കംപ്ലൈ എന്ന വാക്കിൻ്റെ നൗണാണ് കംപ്ലയൻസ്. കംപ്ലയൻസ്, അബിഡൻസ്, അബൈഡ്, വേർബ്. അഡ്ഹറൻസ്, അഡ്ഹിയർ. കൺഫോമിറ്റി, കൺഫോം. ഇതൊക്കെ വേർബുകളാണ് കേട്ടോ, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന വേർബുകളാണ്. അടുത്ത അഡ്ജുഡിക്കേറ്റ്. അഡ്ജുഡിക്കേറ്റ് എന്നാൽ ജഡ്ജ് ചെയ്യുക, അഡ്ജഡ്ജ് ചെയ്യുക. ജഡ്ജ് ഒക്കെ ഓർത്താണ്, ജഡ്ജ് ചെയ്യാന്ന് അർത്ഥമാണ്. ട്രയലിന്റെ ട്രൈ, ഹിയറിങ്ങിന്റെ ഹിയർ ആണ്. അല്ലാതെ ചുമ്മാ നമ്മുടെ ഹിയർ അല്ല കേട്ടോ.
Adjudicate ചെയ്യുന്ന hearing in a court. ആ കോർട്ടാണ്, ആ ഹിയർ ആണ്. ട്രയലിൽ ട്രൈ ആണ്, ഓർത്ത് വെച്ചോളാം. അഡ്ജുഡിക്കേറ്റ് ജഡ്ജ് ചെയ്യുക, അഡ്ജഡ്ജ് ചെയ്യുക, ട്രൈ ചെയ്യുക. ട്രൈ ഇൻ ദ സെൻസ് ട്രയൽ ചെയ്യാൻ അടുത്താണ്. ഹിയർ നിയമപരമാണ്, കംപ്ലീറ്റ് നിയമപരമാണ്. അടുത്ത പ്ലോയ്. പ്ലോയ് നിങ്ങൾക്ക് അറിയാം, നൗൺ ആണ്. ടാക്ടിക്, റൂസ്, ട്രിക്ക്, സ്ട്രാറ്റജം, അതാണ് പ്ലോയ്. ഓർത്തോടെ സ്കീം എന്നൊക്കെ നമ്മൾ പറഞ്ഞ സാധനമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ വേർബ്, ദാറ്റ് ഇസ് സർക്കംവെൻറ്റ്. സർക്കംവെൻറ്റ് ചെയ്യുക മീൻസ് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സർക്കംവെൻറ്റ്. ഒരു കാര്യത്തെ നമ്മൾ അവോയ്ഡ് ചെയ്തു, പരമാവധി അവോയ്ഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സർക്കംവെൻറ്റ് ചെയ്യുക പറയുക. അവോയ്ഡ് ചെയ്യുക, ഇവേഡ് ചെയ്യുക, ഗെറ്റ് റൗണ്ട്, ഓവർകം എന്നൊക്കെ അർത്ഥമാണ് സർക്കംവെൻറ്റ്. ഓവർകം കുറച്ചുകൂടി ഡിസ്റ്റൻ്റ് ആണ്. അവോയ്ഡ് ആൻഡ് ഇവോയ്ഡ് ആണ് ബെസ്റ്റ് യൂസേജ്. ആൻഡ് ഫ്രേസൽ വേർബ് ഗെറ്റ് റൗണ്ടും, അത് മറക്കണ്ട. ഗെറ്റ് റൗണ്ട് സെയിം സാധനം തന്നെ, അത് ഫ്രേസൽ വേർബാന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് പ്രീ എംപ്റ്റ്. പ്രീ എംപ്റ്റ് ചെയ്യുക, പ്രീ എംപ്റ്റ് ഇസ് എ വേർബ്. പ്രീ എംപ്റ്റ് ചെയ്യുക മീൻസ് ഫോർസ്റ്റോൾ ചെയ്യുക. നേരത്തെ ഒരു കാര്യം വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. ഇറ്റ്സ് സംതിങ് ബിഫോർ ഹാൻഡ് ചെയ്യുന്ന പരിപാടിയാണ് പ്രീ എംപ്റ്റ് എന്ന് പറയാം. പ്രീ എംപ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി എടുക്കുന്ന ആക്ഷൻ എന്നല്ലേ. അപ്പോൾ പ്രീ എംപ്റ്റ് ചെയ്യുക ഇസ് അർത്ഥം ഇതാണ്. ഫോർസ്റ്റോൾ ചെയ്യുക, ഓർ പ്രിവെൻറ്റ് ചെയ്യുക, or ഗെറ്റ് ഇൻ ബിഫോർ, നേരത്തെ എത്തി ചെയ്യുക ഒരു കാര്യം. ദാറ്റ് ഇസ് പ്രീ എംപ്റ്റ്. ഓർക്കാട്ടെ, പ്രീ എംപ്റ്റ് വേർബാണ്, അത് മറക്കണ്ട. ഓൾറൈറ്റ്, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ആസ് വെൽ. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, യെസ്. ചിപ്പിയത് ഓർത്തില്ലെന്ന്, കൊള്ളാം. അതാ ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ കമ്പനിന്ന്. ഇന്ത്യ ആൻഡ് നേപ്പാൾ വിൽ കണ്ടക്ട് എ മിലിറ്ററി maneuver this November. Okay. Adda means a place where all people can come together എന്നാണ്. A place where you can be together, അതിനെയാണ് അഡ്ഡ. ഹിന്ദി വേർഡാ അഡ്ഡ. The disparity between them deflected the mission. All right. You need to abide everything in order to abide by. അബൈഡിൻ്റെ കൂടെ ബൈ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, അബൈഡ് എന്ന വാക്ക് ഈ ഫ്രേസുകൾക്കൊക്കെ, ഈ പറയുന്ന ഞാനിപ്പോൾ ഇട്ടേക്കുന്ന എല്ലാ വേർബിനും കൃത്യമായൊരു പ്രിപ്പോസിഷൻ ഉണ്ട്, ഫിക്സഡ് പ്രിപ്പോസിഷൻ. ആ ഫിക്സഡ് പ്രിപ്പോസിഷൻ്റെ ഇതാണ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് ഓർത്തണം. അത് എക്സാമിന് ചോദിക്കുന്നില്ല, അത് എന്തായാലും എക്സാമിന് ചോദിക്കും, ഉറപ്പായിട്ടുള്ള. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ അബൈഡ് ടു ആണോ അബൈഡ് ബൈ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. അബൈഡ് ബൈ തന്നെയാണ്. അബൈഡ് ടു അല്ല, അബൈഡ് ബൈ ആണ്. പിന്നെ കംപ്ലൈ വിത്ത് ആണ്, അഡ്ഹിയർ ടു ആണ്, കൺഫേം ടു ആണ്. കൺഫേം ടു. ഓക്കെ, ഓർത്തുവെച്ചോളാം. ആൻഡ് സെൻറ്റൻസിലോട്ട് പോകാം, നമുക്ക് സമയം കളയണ്ട. സെൻറ്റൻസ്. യെസ്, we need to abide. അപ്പോൾ abide by everything in order to strike a chord with others ആണ്, on others അല്ല, with others കേട്ടോ. ഐശ്വര്യ abide by മറക്കണ്ട, അതാണ്, അത് പറയാൻ വേണ്ടി വിളിച്ചേ. While passing interim order, court ordered the applicant to produce his return ticket and appear before the investigating officer. All right. The man maneuvered the villages by being a dissident against the company, albeit he was going to desert them since he was a spy from the company. All right. At that team, India has 5.4 million subscribers. That means a place where people gather for conversation. Yes. ഹിന്ദി ഫോളോവർ ആയിരുന്നു ആശിഷ് സർ. ആണല്ലേ, അതാണ് ആശിഷ് സാറിൻ്റെ അല്ലേ. ഓക്കെ. ഒരുപാട് പേരുണ്ട്, എനിക്കൊന്ന് ഷമ്മാസ് റെജിനൊക്കെ ഹിന്ദിക്കാരാണ്, ഹിന്ദിയിലുള്ളവരാണ്. ഓക്കെ, ബൈ അനു ബൈ. ഞാനും അവിടെ ഹിന്ദി കണ്ടിട്ടുണ്ട്. യെസ്. ഓക്കെ, പ്രിയംപ്റ്റീവ് റീഷെഡ്യൂളിംഗ് ഷെഡ്യൂളിംഗ് ഇസ് കോമൺ ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി. All right. Great. You have to preempt the boss arrives. You have to preempt the boss arrives. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കണം? You have to preempt, the boss arrives. അങ്ങനെ പറ, the boss എത്തി, വേഗം ആക്കട്ടെ, നേരത്തെ ചെയ്യണം എന്നല്ലേ, അതല്ലേ? അപ്പോൾ അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് മാറിപ്പോയില്ലേ? സെൻറ്റൻസുകൾ രണ്ടും ഒരു സെൻറ്റൻസ് ആയിട്ട് വന്നാൽ അതിൻ്റെ മീനിങ് മാറില്ലേ? പോസിറ്റീവ് സഹമീഡിയ അതൊന്നും ശരിയാണ്. അബൈഡ് എന്ന് പറഞ്ഞാൽ പാലിക്കുക, ഒരു കാര്യത്തോട് നമ്മൾ പാലിക്കുക, കംപ്ലയൻസ് ഒന്നും തന്നെയാണ്. ഒരു കാര്യത്തോട് നമ്മുടെ എന്താ പറയുക ഒബീഡിയൻസ് ഇല്ലേ, അതിനെയാണ്. ഒരു കാര്യം പാലിച്ച് എന്താ പറയുക നടക്കുന്ന ആ ഒരു കാര്യം, അതിനെയാണ് നമ്മളെന്ത് വിളിക്കാം? അബൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും കേട്ടോ. Is it better to circumvent those who weighed you down? It is better to circumvent those who weigh you down. Great. That's great sentence. Full stop ഇടാൻ മറക്കണ്ട, ഇറ്റ് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ മറക്കണ്ട. Is India's plan for post-pandemic economy a risky ploy? A risky tactic or a risk tactic? Okay. Risk tactic. Risky.
റിസ്ക് ടാക്ടിക് അല്ല, റിസ്കി പ്ലോയ് അഡ്ജക്റ്റീവ് കൊടുക്കുക അവിടെ, റിസ്ക് പ്ലോയ് കൊടുക്കരുത് കേട്ടോ. Compliance of law is the duty of every citizen of every country, otherwise he wants to face the legal consequences. Yes, only English ma'am, baki ella shogana. Oh, English matram. Okay, all right. Okay, so moving on, aduthalottu namukku povam, samayam kalayanda. Let's move adutha. Negatory enna vakkinte artham endana? നെഗറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നോക്കിയാൽ, നെഗറ്റീവ് ആണ് അഡ്ജക്റ്റീവ്, അതിൻ്റെ അർത്ഥം എന്താണ്? വേർത്ത്ലെസ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ്, ഇൻസിഗ്നിഫിക്കൻറ്റ്, ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വേർത്ത്ലെസ് ആണ്, വാല്യൂ ഇല്ലാത്താണ് കാര്യമാണ്, അൺഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നെഗറ്റീവ്. പുതിയ വാക്കാണ്, നമ്മൾ ഇത് ആദ്യമായിട്ട് പഠിക്കണം ഇന്ന്. നെഗറ്റീവ് ഓർത്തോണേ, നെഗറ്റീവ് ദാറ്റ് മീൻസ് വേർത്ത്ലെസ്, അൺഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻറ്റ് എന്നർത്ഥമാണ്. ഓക്കെ, അടുത്ത് ഓർത്ത് വെച്ചോളൂ, ഇൻകർ ഒരു വേർബാണ്, ലാസ്റ്റോട്ട് പോവാണ്. ഇൻകർ ചെയ്യാൻ മീൻസ് ബി സബ്ജക്റ്റ് ടു, ആ കാര്യം, ഒരു കാര്യത്തോട് നമ്മൾ ഒരു കാര്യം നമ്മൾ അനുഭവിക്കുകയാണ്, ബി സബ്ജക്റ്റ് ടു സംതിങ്, ബി സബ്ജക്റ്റ് ടു സംതിങ്, അത് അനുഭവിക്കപ്പെടുക, അതിനെയാണ് ബി സബ്ജക്റ്റ് ടു സംതിങ് എന്ന് പറയാം. അല്ലെങ്കിൽ സഫർ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, സെയിം മീനിങ് ആണ് ഇൻകറിന്. ഓർത്തു വെച്ചു, ഇതൊക്കെ മീനിങ് ആണ്, അപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞ് എഴുതിക്കോളൂ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഡിഫെക്ടർ, ഞാൻ ഡിഫെക്ഷൻ പറഞ്ഞില്ലേ, അപ്പോൾ ഡിഫെക്ടർ ഈസ് ഡിസേർട്ടർ, ടേൺ കോട്ട്, ട്രേറ്റർ. ചതിയൻ, ടേൺ കോട്ട് അല്ലെങ്കിൽ ഡെസേർട്ടർ അല്ലെങ്കിൽ ഡിഫെക്റ്റ്, ഓർത്ത് വെച്ചോളൂ ഇത് ഈ വാക്കുകൾ. ആൻഡ് ദ ഫൈനൽ വേർഡ് ഇസ് ലാസ്റ്റ് വേർഡ് ഫോർ ദ ഡേ, മെനേസ്. മെനേസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ, പെറൽ, നൗൺ ആണ്. വേർബായിട്ടും പറയാം. മെനേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ത്രെറ്റൻ ചെയ്യുക, ജെപ്പഡൈസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് മെനേസ് ഇസ്, ഓർത്ത് വെച്ചോളാം കേട്ടോ. Agnipath is, adallalo, dirty ploy of China didn't work well. All right, that's great. Agnipath is circumvented by people of India. Avoided by, yes. All right. Indian government helps central bank to circumvent inflation rates. Okay. Rupa ma'am, Udisha ma'am class ആണ് നിങ്ങൾ കാണുന്നത്. Okay, അത് കൊള്ളാം. 0 to hero playlist maths കുഴപ്പമില്ല. Okay, ശരി. ഇനി അതിനെപ്പറ്റി ഡിസ്കഷൻ ആണ്. വി മസ്റ്റ് അപ്രീഷിയേറ്റ് അനുസ് കംപ്ലയൻസ് ടുവേർഡ്സ് സ്റ്റഡിങ്. ഓഫ് കോഴ്സ് വി മസ്റ്റ്, അല്ലേ? അത് തന്നെ. പാസേജ് റീഡിങ് PYQ ചെയ്യാവോ മിസ്? SSCയുടെ ഒക്കെ പാസേജ് റീഡിങ് ഞാനൊരു തവണ ചെയ്തു. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, ചെയ്യുന്നതിന് കുഴപ്പമില്ല. ചെയ്യാം കേട്ടോ, ഒരു ദിവസം ചെയ്യാം, അത് പ്രശ്നമില്ല. SSCയുടെ ഞാൻ ചെയ്യാം. ഓക്കെ, പാസേജ് റീഡിങ് ഞാൻ ബാങ്കിൻ്റെ ഒരു ദിവസം ചെയ്തായിരുന്നു. ഇറ്റ് ടേക്ക് സോ മച്ച് ടൈം. അത് ഓർമ്മയില്ല. ജിഷ്ണു ഉണ്ടായിരുന്നു, എനിക്കറിയില്ല ലൈവിൽ അന്ന്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ആൻഡ് യു ഹാവ് ടു റീഡ് ഇറ്റ് പ്രോപ്പർലി. അത് ഭയങ്കര സമയം എടുക്കും. എനിവേസ് ഐ ഹെൽപ്പ് യു ഡു ഇറ്റ് കേട്ടോ. ഞാൻ വരാം, ഒരു ദിവസം വരാം. നൗഡേയ്സ് ന്യൂസ് ഡിബേറ്റ്സ് ബിക്കം നഡ്ജറ്ററി. യെസ്, ഓക്കെ, ഗ്രേറ്റ്. പക്ഷേ ഇത് അനു കണ്ടില്ലെന്ന് തോന്നുന്നു. ഇത് അനു കണ്ടില്ല പറഞ്ഞു. അതിനും അനു പോയില്ലേ? ദ ട്രിബ്യൂണൽ മേ in order to prevent the ends of justice being defeated may take tribunal may in order to prevent the ends of justice being defeated may makes pinne may endina രണ്ട് മേ വേണ്ട. അപ്പൊ ട്രിബ്യൂണൽ in order to എന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ make such interim orders as it may deem fit. as it may deem, വീണ്ടും മേ വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. മറ്റേ ക്ലോസിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തേത് മേ വീണ്ടും ഉപയോഗിക്കരുത് കേട്ടോ. അത് ഉപയോഗിക്കരുത്. കാരണം റെഡ് പ്രിൻസ് ട്രിബ്യൂണൽ മേ വേണ്ട അവിടെ കേട്ടോ. അത് ഓർത്തോളാം. ദ കോർട്ട് ഓൾവേസ് adjudicates all the suits as per the pleading and evidence produced by both parties അല്ല, by both the parties. both കഴിഞ്ഞിട്ടാണ് ഇതാ കൊടുക്കേണ്ടത് കേട്ടോ. all the parties, both the parties, all കഴിഞ്ഞിട്ട് ഇതാ, അതുപോലെ both കഴിഞ്ഞിട്ട് ഇതാ, both the parties before the court. Okay, the menace of drug addiction has spread fast among the youth of India. Yes, Najitri youth of Kerala is often called as, all right, okay, കൊള്ളാം. But Rintu ma'am is a gem and stood out with quality session. stood out അല്ല, stands out അല്ലേ? അതെന്ന് പറയുക ഇവിടെ ഇപ്പോൾ തെറ്റുന്നുണ്ട്. നോക്കിയേ, റിൻറ്റു മാം ഇസ് എ ജം ആൻഡ് സ്റ്റാൻഡ്സ് ഔട്ട്. കാരണം എന്താ, നീ ഉദ്ദേശിച്ച ഈസ് ആണ്, വേർബാണ്. അപ്പോൾ ഇവിടെയും വരുമ്പോഴേ എന്താ സെക്കൻഡ് ആൻഡ് കഴിഞ്ഞിട്ട് പാരലിസം കീപ്പ് ചെയ്യണം. സ്റ്റുഡ് ഔട്ട് അല്ല, സ്റ്റാൻഡ്സ് ഔട്ട് വിത്ത് ക്വാളിറ്റി സെഷൻസ്. വേണ്ട ഷമാസേ? സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു ആർട്ടിക്കിൾ എവ്രി വൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തംസപ്പെട്ടെ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പെടാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസപ്പെടെ. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഞാൻ പറഞ്ഞിട്ട് എത്ര പേര് ലൈക്ക് ഇട്ടു നോക്കിയേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ജാടപ്പിള്ളേരെ വേഗം. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ ഗ്ലിമർ ഓഫ് ഹോപ്പ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, US പറ്റിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് അബൌട്ട് US.
ആ US നമ്മുടെ നിയമത്തെ പറ്റി നമുക്ക് നല്ല വായിച്ചിരിക്കാം. Glimmer of hope. അപ്പോൾ ഒരു ചാൻസ് ഉണ്ട്, a small chance, ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട്. The US still has complex questions to resolve on unrestricted gun ownership. നമുക്കറിയാം അൺറെസ്ട്രിക്റ്റഡ് ആയ ഗൺ ഓണർഷിപ്പ് ആണ് US എല്ലാവരുടെയും വീട്ടിൽ ഗണ്ണുണ്ട്, അവർക്ക് എല്ലാവർക്കും അതിനുള്ള ലൈസൻസ് ഉണ്ട്. വൈ? അവിടെ ക്രൈംസ് കൂടുതലായതുകൊണ്ട് ആർക്കും ആരും വേണ്ടി ഉപദ്രവിക്കാനുള്ളൊരു ചാൻസ് അവിടെ കൂടുതലാണ്. അതുകൊണ്ട് അതനുസരിച്ച് ഗണ്ണും അവിടെ ഉണ്ട്. അങ്ങനെയാണ്. പക്ഷെ അത് വലിയൊരു പ്രശ്നവുമാണ്. അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് എന്ന് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. US ഇപ്പോഴും കോംപ്ലക്സ് ക്വസ്റ്റൻസ് ഉണ്ട് റിസോൾവ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. എന്തിനെ പറ്റി? ഈ അൺറിസ്ട്രിക്റ്റഡ് ആയ ഗൺ ഓണർഷിപ്പിനെ പറ്റി. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു റീഡ് ദാറ്റ് കേട്ടോ. ഓൾ റൈറ്റ്, യെസ് ഓൾ റൈറ്റ്. മൂവിങ് ഓൺ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകും പിള്ളേരെ, എല്ലാവരും ശ്രദ്ധിച്ചോണ്ടിരിക്കുക കേട്ടോ. Transcending partisan stalemate for the first time in several generations, the US Congress has passed and President Joe Biden signed into law a gun regulation bill to place several important constraints on the proliferation of firearms across the country. The bipartisan gun reform law, titled the Bipartisan Safer Communities (BSC) Act, was passed earlier in the Senate with a final vote of 65 to 33, including 15 Republicans who joined Democrats in support of the measure, and then at the House of Representatives by a margin of 234 to 193 votes, with 14 Republicans crossing the aisle to vote. While the bill goes a considerable distance, കാര്യത്തിലോട്ട് വരാം. ഇവിടെ എന്താ വന്നു വെച്ചാൽ ഈ പാർട്ടിസൺ സ്റ്റേൽമേറ്റ് ഒരു കുടുക്കാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്, സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പ്രജുഡിസ്ഡ് ആയിട്ടുള്ളൊരു ഒരു അവസ്ഥയാണ്. ഇപ്പം വളരെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ. അതിനെ ആ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ ട്രാൻസെൻഡ് ചെയ്യുവാണ്. എക്സെല്ലിങ്, സർപ്പാസിങ് പ്രജുഡിസ്ഡ് ആയിട്ടുള്ള സ്റ്റേൽമേറ്റിനെ ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഇങ്ങനെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ളൊരു കുടുക്കിനെ സർപ്പാസ് ചെയ്തുകൊണ്ട് ഒരുപാട് ജനറേഷനുകൾക്ക് ശേഷം US കോൺഗ്രസ് ഒരു നിയമം പാസ്സാക്കുവാണ്. അങ്ങനെ പ്രസിഡന്റിൻ്റെ അടുത്തോട്ട് എത്തി അത് ലോ ആക്കി ഇതിലോട്ട് വരാൻ പോവുകയാണ് ഒരു ഗൺ റെഗുലേഷൻ ബിൽ. ഒരു അതായത് ഗൺ റെഗുലേഷനാണ്, സ്റ്റോപ്പ് ചെയ്യുന്നതല്ല. ഗണ്ണ് ലൈസൻസ് കൊടുക്കേണ്ടവരുണ്ട്, കൊടുക്കേണ്ടാത്തവരുണ്ട്. എവിടെയൊക്കെ കൊടുക്കണമെന്ന് ആലോചിച്ചേ ലൈസൻസിന് കൊടുക്കാവുള്ളൂ. അതാണ് റെഗുലേഷൻ ഓഫ് ബിൽ, അല്ലെ? റെഗുലേഷൻ ബിൽ അത് വേണം എന്നാ പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുവരാൻ പോവാണ്. സെവറൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഒരുപാട് ഫയർ ആംസിന്റെ ഇത് കൂടി വരികയാണ്, ആൾക്കാർ ഉപയോഗം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിനെതിരെ നമുക്ക് എന്ത് കൊടുക്കണം? ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കണം, ലിമിറ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഈ ബൈപാർട്ടിസൺ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികളും തമ്മിലുള്ള, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം. അവർ രണ്ടുപേരുടെയും പ്രെജുഡിസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു റിഫോം ലോ ആണ് ദ ബൈപാർട്ടിസൺ ഗൺ റിഫോം. രണ്ട് പാർട്ടിയും വേണമല്ലോ, ഡെമോക്രാറ്റ്സിനെ വെറുതെ വിടാൻ പറ്റില്ല, റിപ്പബ്ലിക്കൻസിനെ വെറുതെ. അതാണ് ഈ പറഞ്ഞ US ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതുണ്ട്, ആക്ട് ഉണ്ട്. ബൈപാർട്ടിസൺ സേഫർ കമ്മ്യൂണിറ്റീസ് ആക്ട്, BSC ആക്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ BSC ആക്ട് അത് നേരത്തെ പാസ് ചെയ്തായിരുന്നു സെനറ്റിൽ വെച്ചിട്ട്. അങ്ങനെ വോട്ട് എങ്ങനെയാണ്? 65 to 33 ആണ് കിട്ടിയത്. അതിൽ 15 റിപ്പബ്ലിക്കൻസിന് വോട്ട് കിട്ടി. എന്നിട്ട് ഡെമോക്രാറ്റ്സ് സപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ തന്നെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ മാർജിനായിട്ട് വന്നത് 234 139 വോട്ട്സിലാണ്. അങ്ങനെ അതിൽ 14 റിപ്പബ്ലിക്കൻസ് വന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ നിയമം പാസ്സായത്. അങ്ങനെ വോട്ടിലോട്ട് വരുന്നു. ഓക്കെ. പക്ഷേ ഈ ബില്ലൊരു കൺസിഡറബിൾ ഡിസ്റ്റൻസിലോട്ട് എത്തുമ്പോൾ in reining in the relatively unhindered sale of firearms across weapons buyers profiles, it falls short for the critical regulations that Democrats have been pressing for. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, അപ്പം ബില്ല് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ശരിക്കും ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ലിമിറ്റാണ് വരുന്നത്. ഇൻ ലിമിറ്റിംഗ് നമ്മൾ എന്തിനാണ് ലിമിറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ പറഞ്ഞ അൺഹിൻഡേർഡ് ആയിട്ട് ഒട്ടും ഇതല്ലാതെ എന്താ പറയുക, ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ വളരെ ഫ്രീ സെയിലാണ് നടക്കുന്നത് ഫയർ ആംസിൻ്റെ. അങ്ങനെ വെപ്പൺസിൻ്റെ ഒക്കെ ഫ്രീ സെയിൽ നടക്കുകയാണ് അങ്ങനെയുള്ള ബയോ പ്രൊഫൈൽസിൽ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മളവിടെ ഫോൾ ഷോട്ടായി. ഫോൾ ഷോട്ട് ചെയ്യുന്ന നമുക്കവിടെ ഇത് വന്നു. ഫോൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതൊരു ഫ്രേസാണ്, അല്ല ഇഡിയമാണ്. ദാറ്റ് മീൻസ് വി ഫെയിൽ ടു മീറ്റ് സംതിങ്. നമ്മൾ വിചാരിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല. വി ബിക്കം ഫെയിലിയർ. നമ്മൾ ഫെയിൽ ചെയ്തു എന്നാണ് അർത്ഥം. ഫോൾ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വി ഫെയിൽ ടു റീച്ച് ദ എക്സ്പെക്ടേഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഞാനത് നോട്ടിൽ തരാം കേട്ടോ. ഫോൾ ഷോട്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ക്രിട്ടിക്കൽ റെഗുലേഷൻസ് കൊണ്ടുവരാൻ പറ്റില്ല. ദാറ്റ്
ഈ ഡെമോക്രാറ്റ്സ് മുന്നോട്ട് കുറേ നാളായി പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. അപ്പോഴും നടക്കുവാണ്. ഈ ഒരു ലോ പാസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഇഴഞ്ഞു പൊക്കോണ്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഫയർ ആംസിന്റെ സെയിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനെ ലിമിറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ്യം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. So the law also comes into force shortly on the heels of the US Supreme Court striking down a New York law limiting concealed carrying of guns. Nevertheless, the bipartisan character of the bill reflects the best hope for a gradual and marginal shift in the public discourse on a gun ownership and its right guaranteed by the Second Amendment of the US Constitution. The fact that such a bill passed both houses of Congress and reached Mr. Biden's desk also reflects a deep shock that the nation experienced in the recent acts of gun violence in a school. Okay, നമുക്ക് നോക്കാട്ടോ. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ഈ ലോ ഫോഴ്സിലോട്ട് വരുമ്പോൾ, അതായത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അത് ആക്ഷനിലോട്ട് വരുമ്പോഴേക്ക് ഇൻ ടു എഫക്റ്റ് അല്ലേ, എഫക്റ്റിലോട്ട് വരുമ്പോൾ, ഇഫക്റ്റിലോട്ട് വരുന്ന എപ്പോഴാണ് നോക്കിയേ, ജസ്റ്റ് ആഫ്റ്റർ തൊട്ട് പുറകെ, എൻ്റെ തൊട്ട് പുറകെയാണ് US സുപ്രീം കോർട്ട് ഒരു ന്യൂയോർക്ക് ലോയെ എന്ത് ചെയ്തായിരുന്നു, അനൽ ചെയ്തായിരുന്നു, സ്ട്രൈക്ക് ഡൗൺ ചെയ്തായിരുന്നു. ഓക്കെ, അതിന് തൊട്ട് പിന്നാലെയാണ് ഈ ഒരു ലോ വരുന്നത്. ഈ മറ്റേ ആ ന്യൂയോർക്ക് ലോ എന്താ വെച്ചാൽ കൺസീൽഡ് ക്യാരിങ് ഓഫ് ഗൺസിനെ ലിമിറ്റ് ചെയ്യുക. അതായത് ഹിഡൻ ആയിട്ട് ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഗൺസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നൊരു പരിപാടി, അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ന്യൂയോർക്ക് ലോയെ അനൽ ചെയ്തായിരുന്നു US സുപ്രീം കോർട്ട്. ആ സാധനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത്. അതിൻ്റെ ഒരു വൈരുദ്ധ്യം ഇവിടെ പറയണം. അപ്പം ന്യൂയോർക്കിലുള്ള ഒരു ലോ വന്നിരുന്നു, ഹിഡൻ ആയിട്ട് വണ്ടിയിലൊക്കെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒളിപ്പിച്ച് നമുക്ക് ഗണ്ണ് ക്യാരി ചെയ്യുന്നതിനെ ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിനെ US സുപ്രീം കോർട്ട് അനൽ ചെയ്തു. അതിന് ആ ഒരു നിയമത്തിനെ അനൽ ചെയ്തു കളഞ്ഞു, അങ്ങനെ ഒരു ലോയെ. അപ്പോൾ അതിന് പുറകെയാണ് ഇങ്ങനെയൊരു ഗൺ റെഗുലേഷൻ ആക്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഉള്ള വൈരുദ്ധ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നെവർത്തിലെസ്, എന്നിരുന്നാലും ദ ബൈപാർട്ടിസൺ ക്യാരക്ടർ ഓഫ് ദ ബിൽ, ഇതിൻ്റെ ഒരു രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻവോൾവ് ആയ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ ബെസ്റ്റ് ഹോപ്പ്. അതാണ് നമുക്കൊരു ബെസ്റ്റ് ഹോപ്പ് തരുന്നത് കേട്ടോ. കാര്യം വെച്ചാൽ ഗ്രാജുവൽ ആയിട്ടാണെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും അല്ലേ, ഇങ്ങനെ ഒരു പബ്ലിക് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടൊരു കാര്യം ഉണ്ടാകും ഈ ഗൺ ഓണർഷിപ്പിനെ പറ്റിയും, അതുപോലെ തന്നെ ആർക്കാണ് ഇത് ഓണർ ചെയ്യേണ്ടത് അല്ലെ, ക്യാരി ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണെന്നുള്ള ലൈസൻസിനെ പറ്റിയൊക്കെ ഒരു ചർച്ച വരുമെന്നൊരു ഹോപ്പ് ഉണ്ട് നമുക്ക്. പിന്നെ ഇത് തന്നെയാണ് സെക്കൻഡ് അമെൻമെന്റ്, അതാണ് സെക്കൻഡ് അമെൻമെന്റിന്റെ ഒരു പ്രത്യേകത. ബൈപാർട്ടിസൺ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു ചെറിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് അവരുടെ US കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. അപ്പം ശരിക്കും പറഞ്ഞ ഫാക്ട് എന്ന് വെച്ചാൽ രണ്ട് ഹൗസസിലും പാസ് ചെയ്തിട്ട്, ബോത്ത് ഹൗസസിലും പാസ് ചെയ്തു, എന്നിട്ടത് ബൈഡന്റെ ഡെസ്കിൽ എത്തി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഷോക്കാണ് നേഷന്. കാരണം ഒന്ന് ആലോചിക്കുക, അങ്ങനെ എത്തണമെങ്കിൽ അത് എത്രത്തോളം US മൊത്തത്തിൽ ബാധിച്ചു എന്ന് ആലോചിക്കുക. ബിക്കോസ് ഈ ആക്ട്സ് ഓഫ് ഗൺ വയലൻസ് കുറച്ച് കൂടുതലായിരുന്നു. അതും ഈ കഴിഞ്ഞ കുറച്ച് നാളായിരുന്നു, 3-4 മാസമായെന്ന് തോന്നുന്നു, ടെക്സസിൽ വെച്ചിട്ട് ഒരു സ്കൂളിൽ വന്ന ഈ ഇഷ്യൂവും, അതുപോലെ ഒരു ന്യൂയോർക്കിലെ സ്റ്റോറിൽ വെച്ചിട്ട് നടന്നതും. അല്ല, സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്തും ആട്ടെ, ഇവർക്ക് പറയുന്ന സാധനം മേടിക്കുന്ന സ്റ്റോർ ആകാം, പബ്ബാകും, എല്ലാ സ്റ്റോർ എന്ന് ഇവർ പറയാം. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പം സ്റ്റോറിൽ വെച്ച് നടന്നതും ഈ പറയുന്ന പോലെ ഒരു മനുഷ്യനെ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. സോ അതുകൊണ്ട് US മൊത്തത്തിൽ ആകപ്പാടൊരു വെപ്രാളത്തിലാണ്. അതുകൊണ്ട് ഇതെന്തായാലും പാസ്സാകാനൊരു ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. Therein lies a limited scope of the bipartisan gun reform law. It does nothing to address the question of limiting the availability of this weapon, nor does it yield any quarter to the long-standing demand by the Democrats to institute universal background checks for those buying the firearms. Within its core ambit, the law does mandate expanded background checks, including state and local juvenile and mental health records of gun purchasers aged 18 to 20 years, closing of the boyfriend loophole by denying gun ownership to convicted domestic violence offenders under certain conditions, red flag laws that will grant federal. Okay. പക്ഷേ ഇപ്പം ഇതൊക്കെ പറഞ്ഞു വന്നാലും ഈ പോസിറ്റീവ് സൈഡിൻ്റെ ഇടയിലും ദർ ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ. അതാണ് പറയുന്നത്. ഇതിനൊരു പ്രശ്നമുണ്ട്. ദർ ഇസ് എ ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് ദ ബൈപാർട്ടിസൺ ഗൺ റിഫോം ലോ. ഇവിടെ ഒരു ലിമിറ്റഡ് സ്കോപ്പാണ് പക്ഷെ ഉള്ളത്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞുതരാം. ഇറ്റ് ഡസ് നത്തിങ്, ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല അഡ്രസ് ചെയ്യാനായിട്ട്. ഏത് വേഴ്സിനെ അഡ്രസ് ചെയ്യാൻ? ലിമിറ്റിംഗ് അവൈലബിലിറ്റി ഓഫ് ദിസ് വെപ്പൺ. ഈ വെപ്പണിന്റെ അവൈലബിലിറ്റി കുറയ്ക്കാനുള്ള ഒരു കാര്യത്തെ പറ്റി ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല. റൂട്ട് കോസിനെ, അതായത് മുളയിലെ ഞുള്ളണ്ട കാര്യത്തിനെ ഒന്നും അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പോയിന്റ്. മാത്രവുമല്ല ഇത് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ സറണ്ടർ എനി ക്വാർട്ടർ ടു ദ ലോങ് സ്റ്റാൻഡിംഗ് ഡിമാൻഡ് ബൈ ഡെമോക്രാറ്റ്സ്. ശരിക്കും ഡെമോക്രാറ്റ്സ് പറഞ്ഞ ഇതാണ്, നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം. ഇത് ബൈ ചെയ്യുന്ന ആരൊക്കെയാണ്, ഈ ഫയർ ആംസ് ബൈ ചെയ്യുന്ന ആരൊക്കെയാന്നുള്ളതിന് ഒരു എന്ത് നടത്തണം, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതും ഇവിടെ നടത്തുന്നതിനെ പറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് രണ്ടും അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം കാലം
ലിമിറ്റിംഗ് ദ അവൈലബിലിറ്റി, ഒന്ന് അവൈലബിലിറ്റി ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണേ. രണ്ടാമത്തെ കാര്യം ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക എന്നുള്ളതാണ്. അത് രണ്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം കാലം ഈ ലോയെ കൊണ്ട് അതിൻ്റെ ലിമിറ്റഡ് സ്കോപ്പ് അല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെട്ട അടുത്തൊരു വിഷയം. കാര്യം ഇത് എന്ത് സ്കോപ്പിൻ്റെ ഇതിലാണ് വരുന്നത് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോ മാൻഡേറ്റ് ചെയ്യുന്നത്, ഇത് ഓതറൈസ് ചെയ്യുന്നത്, മാൻഡേറ്റ് ചെയ്യുക, ഓതറൈസ്, ഇന്നലെ കൂടെ പറഞ്ഞില്ല, ഓതറൈസ് ചെയ്യുക. ഓതറൈസ് ചെയ്യുന്ന വെച്ചാൽ എക്സ്പാൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്, ബാക്ക്ഗ്രൗണ്ട് ചെക്കിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. കാര്യം വെച്ചാൽ അതിപ്പോൾ സ്റ്റേറ്റ് ആയാലും ലോക്കൽ ജുവനൈൽ ആയാലും അതുപോലെ മെൻ്റൽ ഹെൽത്ത് റെക്കോർഡ്സും കൂടെ ഒക്കെ നോക്കിയിട്ട് വേണം ഗൺ പർച്ചേസസിൻ്റെ, അതിപ്പോൾ 18 to 20 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ളതാണോ എന്ന് നോക്കുക. അവരുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്തിട്ട് വേണം കണ്ണ് കൊടുക്കുക വേണ്ടെന്നുള്ളത് തീരുമാനിക്കാൻ. കാര്യം ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ്. ഈ പറയുന്ന ഗൺ ഓണർഷിപ്പ് ഇത് ചെയ്യാൻ വേണ്ടി ബോയ്ഫ്രണ്ട് ലൂപ്പ് ഹോൾ ഉപയോഗിക്കാം. മാത്രമല്ല ഡൊമസ്റ്റിക് വയലന്റ് ഒഫൻഡേഴ്സ് ഉണ്ടാവുക, അതൊക്കെ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഒഫൻഡേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആര് ഹോൾഡ് ചെയ്യണം, ഗൺ ആർക്കൊക്കെ ഉപയോഗപ്പെടുത്താം, ആർക്കൊക്കെ അതിന് ലൈസൻസ് കൊടുക്കണം എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയ ഇഷ്യൂ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സർട്ടൻ കണ്ടീഷൻസ് അനുസരിച്ച് അതൊരു വലിയൊരു പ്രതിസന്ധി ആകും US സംബന്ധിച്ചുള്ള. ആരെന്ന് ചെക്ക് ചെയ്തിട്ട് ആർക്ക് കൊടുക്കണം, ആരാണ് ഹൂ ഡിസേർവ്സ് ടു ഹാൻഡിൽ എ ഗൺ എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും. സോ ദാറ്റ്സ് ഇസ് ഗോയിങ് ടു ബി റിസ്കി വൺ. അതുകൊണ്ടാണ് സ്കോപ്പ് അതിന് കുറവാണ് എന്ന് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് സീ ദാറ്റ്. ആൻഡ് അത് മാത്രമല്ല, grant federal funds to states with laws enabling removal of guns from persons deemed dangerous, and sets aside nearly $13 billion for education advocacy towards improving mental health in schools, crisis intervention, violence prevention programs, mental health worker training, and school safety. However, the law does not hint at reviving the assault weapons ban of 1994, which expired a decade later, since which time this category of weapon has become the most frequently used in lethal mass shootings. While the BSC Act is a welcome step in the right direction, the US has a long road ahead and complex questions to resolve regarding its obsession with unrestricted gun ownership before mass shooting in public places stop occurring. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഫൈനലി വി ആർ ഗോയിങ് ടു എൻഡ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ലോസ് ശരിക്കും പറഞ്ഞാൽ ഫെഡറൽ ഫണ്ട്സ് അവൈൽ ചെയ്യുന്നു US സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗൺസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ലോ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. കാര്യം വെച്ചാൽ ഡേഞ്ചറസ് ആയ ആൾക്കാരാണെങ്കിൽ അവർക്ക് കൊടുക്കരുത്, അങ്ങനെയുള്ളതിൻ്റെ ലോ ആണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇറ്റ് ഈസ് സെറ്റിംഗ് എസൈഡ്, അത് മാറ്റി നിർത്തുവാണ്. സെറ്റ് എസൈഡ് വെച്ചാൽ ഇറ്റ് ഈസ് സെറ്റ് എസൈഡ് വെച്ച് മാറ്റി വെക്കുകയാണ്, നാളത്തേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുവാണ്. എത്ര രൂപ സേവ് ചെയ്യണം? സെറ്റ് എസൈഡ്, സേവ് അല്ലേ. സേവ് നിയർലി എത്ര രൂപ ഇപ്പോൾ നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റുന്നു എന്ന് വെച്ചാൽ $13 billion ആണ്. അത് എന്തിനു വേണ്ടി? $13 billion ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. സേവിങ് ഇറ്റ് ഫോർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാം. ആൻഡ് കൃത്യമായ അഡ്വക്കസി, ഇതിൻ്റെ പ്രോപ്പർ പബ്ലിക് സപ്പോർട്ട് ടുവേർഡ്സ് ഇംപ്രൂവിങ് ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സ്കൂളിലെ മെൻ്റൽ ഹെൽത്ത്, കുട്ടികളിലെ ക്രൈസിസ് ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ വയലൻസ് പ്രിവെൻഷൻ പ്രോഗ്രാംസ്. കുട്ടികളിലാണ് കൂടുതലായിട്ട് ഈ വയലൻസ് ഇത് കാണുന്നത് കേട്ടോ. അതാണ് ഈ US ഏറ്റവും വലിയ പ്രശ്നം. സംതിങ് ഇസ് ഹാപ്പനിങ് ദെയർ, എന്താണോ അറിയില്ല. സോ മെൻ്റൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ്, അതുപോലെ സ്കൂൾ സേഫ്റ്റി, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് അലോട്ട് ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയുള്ള പബ്ലിക് സപ്പോർട്ടും കൂടെ ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റുക, മാറ്റി വെക്കാൻ പറ്റുക. സെറ്റ് അസൈഡ് ഞാൻ എഴുതി തരാട്ടോ നിങ്ങൾക്ക്. ഹവർ എന്നിരുന്നാലും ഈ ലോ കൊണ്ടുവരുമ്പം ശരിക്കും ഒരു ഹിൻറ്റും നമുക്ക് ഒരു ക്ലൂവും തരുന്നില്ല. റിവൈവ് ചെയ്യുന്ന 1994 പണ്ടിങ്ങനെ ഒരു ആക്ട് വന്നിരുന്നു. ഈ വെപ്പൺ അസോൾട്ടിൻ്റെ ബാനിന് വേണ്ടി ഒരു ആക്ട് വന്നിരുന്നു 1994. ആ ആക്ടിനെ പറ്റി ഇവിടെ ഒരു പറയുന്നു പോലും, അങ്ങനെ ഒരു കാര്യം പറയുന്നത് ഒരു 10 വർഷത്തിന് ശേഷം അത് എക്സ്പയറും ചെയ്തു പോയി. അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ആരും പറയുന്ന പോലും, അങ്ങനെ ഒരു ഹിൻറ്റ് പോലും ഇവിടെ തരുന്നില്ല. അപ്പോൾ ഈ ഒരു വെപ്പണിൻ്റെ ആ വെപ്പൺ അന്ന് പറഞ്ഞ അതേ ബാൻ ചെയ്ത അതേ വെപ്പൺ ഉണ്ടല്ലോ, അതേ യൂസ് ഓഫ് ഗണ്ണില്ലേ, അത് തന്നെയാണ് ഇപ്പോഴും മാസ് ഷൂട്ടിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ട് മുന്നോട്ട്, BSC എന്നൊരു ആക്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്, ഒരു വെൽക്കം സ്റ്റെപ്പാണ്, പിന്നെ റൈറ്റ് ഡിറക്ഷനാണ്. പക്ഷേ അപ്പോഴും കുറേ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻസ് ഒക്കെ എന്തിന് ഏതിന് ആർക്കൊക്കെ എന്നുള്ള കുറേ ചോദ്യങ്ങൾക്ക് റിസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ ഇവർക്കും പറ്റിയിട്ടില്ല US-ന്. അത് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആദ്യം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് വരുള്ളൂ എന്ന രീതിയിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റിയലി അനലിറ്റിക്കൽ ആണല്ലേ. അനലിറ്റിക്കൽ, ഇറ്റ്സ് നോട്ട് വേറെ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ, ഡോണ്ട് കൺസിഡർ യുവർ ഗിൽറ്റി പ്ലഷർ ആസ് എ നജറ്ററി തിങ്. യെസ്, US-ൽ വെപ്പൺ സെല്ലിംഗ് കോമൺ ആണ്. അവരുടെ മേജർ ഇൻകം സോഴ്സ് തന്നെ ആം സെല്ലിംഗ് ആണ്. അതാണ് ഇപ്പോൾ ഈ ലോ പലരും US-ലൊന്നും വാക്സിനേഷൻ എടുക്കാൻ പറഞ്ഞിട്ട് ആരും വാക്സിനേഷൻ എടുത്തിട്ട് പോലും, കുറേ പേര് തന്നെ വാക്സിനേഷൻ എടുത്തിട്ടില്ല. അവരോട് അടുത്തൊക്കെ പോകണം. ഈ വെസ്റ്റേൺ സൈഡിലോട്ടൊക്കെ പോയിട്ട് പറ,
അവരോട് വാക്സിൻ എടുക്കാനൊക്കെ പോയി പറ, ചെയ്യും. ഇല്ല, അങ്ങനെ ചെയ്യില്ല. അങ്ങനെ കുറേ ഉണ്ട്, ഒരുപാട് ഭാഗത്തുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് കണ്ടറിയാം എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ദർ ഷുഡ് ബി സ്ട്രിഞ്ചന്റ് കൺസ്ട്രെയിൻസ് ടു കൺട്രോൾ അവൈലബിലിറ്റി ഓഫ് ഗൺസ്. അത് അവിടെ അല്ലേ പറഞ്ഞത്, ഇവിടെയാണ് ഓക്കെ. ഇവിടെ നമുക്ക് പിന്നെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാനുള്ളത്. ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് ചെയ്യാം, ലൈസൻസ് കൊടുക്കാതിരിക്കും, അങ്ങനെ പരിപാടിയൊക്കെ ചെയ്യാം. പക്ഷേ അവിടെ നടക്കില്ല. ഇറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വി ആർ ടോക്കിംഗ് അബൌട്ട്. മൂവിങ് ഓൺ. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ, വേഗം പോകാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്നലത്തെ ക്വസ്റ്റ്യൻ: until 2021 the tournament even had a middle Sunday holiday, an out of place idea on the era of mega television deals and ambush marketing. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു പിള്ളേരെ, എന്തായിരുന്നു ഇതിലെ എറർ? കുറച്ച് പേരെ ആൻസർ വന്നിട്ടുള്ളൂ കേട്ടോ, കുറച്ച് പേരെ ആൻസർ വന്നിട്ടുള്ളൂ. ആൻഡ് ഗിവ് മീ യുവർ ആൻസേഴ്സ്. ഇപ്പം പറയാത്തവർ ഇപ്പം ആൻസർ വന്നു. എന്താണ് ആൻസർ? പറ ആൻസർ പറ. Until 2021 the tournament even had a middle Sunday holiday, an out of place idea on the era of mega television deals and ambush marketing. ഇല്ലെങ്കിൽ പാസ് പറ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പെട്ടെന്ന് ഞാൻ പറയാം. വേഗം പറയൂ. ഡീൽസ് ആൻഡ് അതാണോ പ്രശ്നം? ടെലിവിഷൻ ഡീൽസ് ആൻഡ് ആംബിഷ് മാർക്കറ്റിംഗ്, മെഗാ ടെലിവിഷൻ ഡീൽസ് ആൻഡ് ആംബിഷ് മാർക്കറ്റിംഗ്. അതിലെന്താ പ്രശ്നം? അതിലല്ല പ്രശ്നം. നിങ്ങൾ കണ്ടോ? അൺടിൽ 2021 2021 വരെ ദ ടൂർണമെന്റിന് ഈവൻ ഹാഡ് എ മിഡിൽ സൺഡേ ഹോളിഡേ. ടൂർണമെന്റിന് ഒരു മിഡിൽ സൺഡേ ഹോളിഡേ ഉണ്ടായിരുന്നു. ആൻഡ് ഔട്ട് ഓഫ് പ്ലേസ് ഐഡിയ ഓൺ ദ എറ ആണോ? അല്ല, ഇൻ ദ എറ ഓഫ്. ഈ ഒരു എറയിൽ കണ്ടോ? ഇറ്റ്സ് ഇൻ ദ എറ ആണ്. ഓൺ ദ എറ പറയൂ നമ്മൾ? ഇല്ല, ഇൻ എറയിൽ. ഇൻ ദ എറ ഓഫ് COVID-19, in the era of millennials, in the era of mega television deals, അങ്ങനെ പറയില്ലേ? അതാണ്. In the era of competition, it's not on the era. ഓർത്ത് വെച്ചോളും. That's the answer പിള്ളേരെ, that's the answer. ഓക്കെ, ഓർക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പിള്ളേരെ, സമയം കളയുന്നില്ല. The duty to protect those wrongly disqualified is important, but so is calling to account defectors whom motives are suspect. ഇതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ടേക്ക് എ സ്ക്രീൻഷോട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ തരാൻ ശ്രമിക്കുക. കോമന്റ് സെക്ഷനിൽ എല്ലാവരും ആൻസർ ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ 10th മെയിൻസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജൂലൈ 4-ന്. വേഗം ജോയിൻ ചെയ്യുക. കോഡ് Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ 15% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് അവൈൽ ചെയ്യാം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ 3rd ബാച്ച് തുടങ്ങി 27-ാം തീയതി. അപ്പോൾ ഉഷാറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്യും ഉടനെ തന്നെ, കാരണം 100+ സ്റ്റുഡൻസ് ആയി. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. Y314 എന്ന കോഡ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ എല്ലാ ദിവസവും 8:30 വരിക, ജോയിൻ ചെയ്യുക. എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു, ഫോർ ഇംഗ്ലീഷ് ഓൺലി. അത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലുണ്ട്. Adda247 കേരള സെൻട്രൽ എക്സാംസ്. ഇതാണ് ചാനലിൻ്റെ ലിങ്ക്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. എൻ്റെ ഇംഗ്ലീഷ് ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇംഗ്ലീഷ് ചാനൽ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു കോമൺ ചാനലാണ്, ഓപ്പൺ ചാനലാണ്. രണ്ടും ഓപ്പൺ ചാനൽ, രണ്ടിലും ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷിന് മാത്രം എൻ്റെ ചാനൽ, കോമ്പറ്റീവ് എക്സാമിന് മൊത്തം, സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് മൊത്തം ആണെങ്കിൽ മറ്റേ ചാനലും ജോയിൻ ചെയ്യുക എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻസർ കോമന്റ് സെക്ഷനിൽ തരിക. ടേക്ക് കെയർ, ബൈ ആൻഡ് സ്റ്റേ സേഫ്.